اللهم صل وسلم على رسولك سيدنا ومولانا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم. هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون. هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. إن لله 99 اسما من أحصاها دخل الجنة. صدق شفيعنا رسول الله صلى الله عليه وسلم. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, സൂറത്തുൽ ഹശ്റിലെ അവസാന ഭാഗത്തെ വളരെ മർമ്മപ്രധാനമായ ആയത്തുകളാണ് നാം ഓതി വെച്ചത്. പരിശുദ്ധ ഖുർആനിന്റെ മഹത്വമാണ് ഇന്നലെ ലൗ അൻസൽനയിലൂടെ നാം പറഞ്ഞു വെച്ചത്. ആ ഖുർആൻ അത്രമാത്രം മഹത്വമുള്ളത് അള്ളാഹുവിന്റെ കലാമായതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ അള്ളാഹുവിന്റെ മഹത്വം എത്രയുണ്ടാകും? അത് ചുരുങ്ങിയ രീതിയിൽ പഠിപ്പിക്കുകയാണ് ഇവിടെ. എത്രയും വർണ്ണിച്ചാലും പറഞ്ഞാലും തീർക്കാൻ കഴിയാത്ത മഹത്വമുള്ളവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. ലോകത്താർക്കും അള്ളാഹുവിന്റെ മഹത്വം പറഞ്ഞു തീർക്കാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തന്നെ മഹത്വം പറഞ്ഞു തീർക്കാൻ ജനങ്ങൾക്ക് കഴിയില്ല. പിന്നല്ലേ അള്ളാഹുവിന്റെ മഹത്വം പറഞ്ഞു തീർക്കാൻ കഴിയുന്നത്? ആ അള്ളാഹുവിനെ പഠിക്കാൻ, വിശ്വാസികൾ ഉൾക്കൊള്ളാൻ അല്ലാഹു തആല അവനെ നമുക്ക് പഠിപ്പിക്കുകയാണ്. ഈ 3 ആയത്തും സൂറത്തുൽ ഹദീദിലെ തുടക്കത്തിലുള്ള 7 ആയത്തുകളും ചേർത്ത് 10 ആയത്തുകൾ ബഹുമാനപ്പെട്ട അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു. ഈ 3ഉം ആ 7ഉം കൂട്ടി ഓതിയതിനു ശേഷം എന്ത് വിഷയങ്ങൾ ഉദ്ദേശിച്ച് ദുആ ചെയ്താലും ദുആന അല്ലാഹു സ്വീകരിക്കും. കാരണം ആ 7 ആയത്തുകളിലും ഈ 3 ആയത്തുകളിലും അള്ളാഹുവിന്റെ മദ്ഹാണല്ലോ പറയുന്നത്. അള്ളാഹുവിനെ മദ്ഹ് ചെയ്യുന്ന പ്രാർത്ഥനക്ക് കൂടുതൽ സ്വീകാര്യതയും ഉത്തരവുണ്ട്. എന്നിട്ട് ബറാ റളിയല്ലാഹു അൻഹുവിനോട് ഈ ഹദീസ് പറഞ്ഞിട്ട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബറാഅേ, ഈ ആയത്തുകളും ആ ഹദീദിലെ ആയത്തുകളും ഒരുമിച്ച് കൂട്ടി നീ ദുആ ചെയ്യുന്നത് എന്നെ ഭൂമി വിഴുങ്ങാനാണെങ്കിൽ പോലും അത് നടക്കും. അലി റളിയല്ലാഹു അൻഹു പറയാണ്, ബറാഅേ, ഈ പറഞ്ഞ ആയത്തുകളൊക്കെ ഒരുമിച്ച് കൂട്ടി നീ ദുആ ചെയ്തിട്ട് നീ അവസാനം ദുആ ഉദ്ദേശം പറയുന്നത് എന്നെ ഈ ഭൂമി ഒന്ന് ഖസ്ഫ് ചെയ്യണം, എന്നെ ഭൂമി വിഴുങ്ങണം, താഴോട്ട് വലിക്കണം എന്നാണ് പറയുന്നതെങ്കിലും സംഗതി നടക്കും. അത്രയും ഫലപ്രാപ്തിയുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ ദുആകൾ നമ്മൾ അതാണ് സ്വീകരിക്കേണ്ടത്.
ദുആയിൽ ഖുർആനിൽ ഉത്തരം കിട്ടുന്ന എത്ര പ്രാർത്ഥനകളാണ്. പക്ഷെ അതിന്റെ അർത്ഥം ചിന്തിച്ച് ഖൽബിൽ ഹാദിറാക്കി ദ്വാരക്കുന്ന ആൾക്കാർ അപൂർവന്നേ ഉള്ളൂ. ഇപ്പൊ ആമന റസൂല് ഒരു ചെറിയ സംഭവം എന്നല്ല, പക്ഷെ നമ്മളത് പഠിക്കണം. നമ്മൾ ഇവിടെ ചർച്ച ചെയ്തിട്ടില്ല ആമന റസൂൽ. ആ ആമന റസൂലില് 7 ദുആവാചകങ്ങൾ അദ്ഇയത്തുൽ മുസ്തജാബ, ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനകളാണ്. അത് ശരിക്കും അങ്ങോട്ടൊരു മുഅ്മിനായ മനുഷ്യൻ മനസ്സറിഞ്ഞ് ദ്വാരക്കാണെങ്കിൽ ഉത്തരം റെഡിയാവും. ഖുർആനിൽ നിന്ന് ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനകളാണ് അത് എന്നത് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതിൽ നമ്മൾ ദ്വാരക്കുമ്പോ നമ്മൾ അല്ലാഹു തആലാനെ വിളിക്കുന്ന ഒരു വിളിയുണ്ട്, റബ്ബനാ എന്നുള്ളൊരു വിളി. ആ വിളി ഒരു വല്ലാത്ത വിളിയാണ്. റബ്ബന എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ ഞങ്ങളെ തീറ്റി പോറ്റി വളർത്തി പരിപാലിക്കുന്നവനെ എന്നാണ് വിളി. എല്ലാം നൽകി ഞങ്ങൾക്ക് വെള്ളവും വായുവും ആരോഗ്യവും കഴിവും ഒക്കെ നൽകി പരിപാലിക്കുന്ന സംരക്ഷകനായ അല്ലാഹുവേ. അതിൽ അല്ലാഹു തആല ആരാധിക്കപ്പെടുന്ന അർത്ഥത്തിലുള്ളവൻ എന്ന് സമ്മതിക്കുന്നതിലപ്പുറം ഒരു വിശാലമായ സമ്മതം. അതെന്താ? റബ്ബുണ്ട് എന്നത് അള്ളാഹുവിനെ നിഷേധിച്ചിട്ടും റബ്ബുണ്ട് എന്നത് മക്കക്കാരും സമ്മതിച്ചിരുന്നു. റബ്ബുണ്ട്, സംരക്ഷകൻ, പരിപാലകനുണ്ട്. അതുകൊണ്ടാണ് ആദ്യ വചനങ്ങൾ ഇറങ്ങിയതിൽ അല്ലാഹ് എന്നൊരു കലിമത്തില്ല. ആദ്യ വചനങ്ങൾ 5 എണ്ണല്ല, അതിൽ ആവർത്തിച്ചു വന്നത് റബ്ബ് എന്നാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ്. പിന്നെയും പറയുന്നു ഇഖ്റ വ റബ്ബുക്കൽ അക്രം. ഉണ്ടാവും. ആ ആയത്ത് വിശദീകരിച്ചെടുത്ത് കാണാം എന്താണ് ഇവിടെ റബ്ബ് എന്ന് പറയാൻ കാരണം. അല്ലാഹുവില്ലല്ലോ, അതവർ നിഷേധിക്കുന്നുണ്ട്. അപ്പൊ ആദ്യം അവര് കൂടി സമ്മതിക്കുന്ന വിഷയം ഓർമ്മപ്പെടുത്തിയിട്ട് പരിശുദ്ധ ഖുർആനിന്റെ മഹത്വം മനസ്സിലാക്കി കൊടുക്കാൻ, അള്ളാഹുവിന്റെ കലിമത്തുകളുടെ മഹത്വം മനസ്സിലാക്കി കൊടുക്കാനാണ് അങ്ങനെ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ഇലാഹ്, ഏകനായ ഇലാഹ്, അതവർക്ക് കേട്ടുകൂടാ, അതവർ നിഷേധിക്കാം. അപ്പൊ ആദ്യ ഘട്ടത്തിൽ തന്നെ ഈ വാചകങ്ങളിട്ട് ചെല്ലുമ്പോ നിഷേധിക്കരുതല്ലോ, തള്ളരുതല്ലോ. അതുകൊണ്ടാണ് ഈ 5 ആയത്തുകൾ കേട്ട ഉടനെ അവര് പറഞ്ഞു ഇത് വല്ലാത്തൊരു സംഭവമാണ്, ഇത് കേൾക്കേണ്ടതും പഠിക്കേണ്ടതും തന്നെ. കാരണം അവിതർക്കിതമായ വിഷയങ്ങളാണ് അതില്, അവർക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത വിഷയങ്ങളാണ് അല്ലാഹു തആല ആദ്യം തന്നെ പറഞ്ഞത്. ഖലഖൽ ഇൻസാന മിൻ അലഖ്. അതൊക്കെ എത്രമാത്രം ബുദ്ധി ഓടണമെന്നറിയോ? അലക്കിൽ നിന്ന് മനുഷ്യനെ പടച്ചു എന്ന് പറയണമെങ്കിൽ. അത് നിഷേധിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഖുർആൻ നമ്മളിവിടെ ഓതുമ്പോഴും ഒട്ടിപ്പിടിക്കുന്ന ഒരു വെള്ളത്തിൽ നിന്നാണ് 2 എണ്ണം ഒരുമിച്ച് കൂടിയിട്ട് അതിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചു എന്നത് നേരത്തെ നിഷേധിക്കപ്പെട്ടിരുന്നൊരു വിഷയമാണ്. പലരും പറഞ്ഞിരുന്ന അങ്ങനെയല്ല. പക്ഷെ മനുഷ്യ സൃഷ്ടിപ്പിന്റെ യാഥാർത്ഥ്യമാണ് അല്ലാഹു തആല ആ ഒരു വരിയിൽ മനസ്സിലാക്കി. നേർക്ക് നേരെ അല്ലാഹു തആല ഇന്ദ്രിയം മനിയി എന്ന് പറയാതെ അല്ലാഹു തആല പറഞ്ഞത് അലഖ് എന്ന് പറയുന്നൊരു വാക്കാണ്. അപ്പൊ ആ വാക്കിനെ കുറിച്ച് ചിന്തിക്കാൻ ഒരുപാട് മനുഷ്യൻ തല കൊടുക്കേണ്ടതുണ്ട്, ബുദ്ധി വികസിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന ഓരോരുത്തർക്കും ചിന്തിച്ച് അങ്ങേയറ്റത്തെത്തുമ്പോൾ അത് സർവസമ്മതമായ ഒരാശയമാണ്. ആർക്കും, മുസ്ലിമിനെന്നല്ല, ആർക്കും, എല്ലാവർക്കും സമ്മതിക്കാൻ പറ്റുന്ന ആശയമാണ്. ആർക്കും എതിർപ്പില്ല. പിന്നെ എല്ലാ കാലത്തേക്കും മനുഷ്യന് വികസനം ലഭിക്കണമെങ്കിലുള്ള ഒരു വിഷയമാണല്ലോ അള്ളാഹു ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറക്കി കൊടുക്കുന്നത്. ഏത് കാലത്തും മനുഷ്യന് വികസനം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഇഖ്റ, വായന വേണം. വായന അല്ലാതെ ആർക്കും അവിടെ വികസിക്കാൻ കഴിയുക? ആർക്കും കഴിയൂല. അതാണ് ആ ആശയത്തിന്റെ മഹത്വം ചെറുതല്ല. ഇഖ്റ, ആദ്യം തന്നെ വന്ന 4 വാക്കുകൾ അടങ്ങുന്ന ആ വചനം ഒരു വല്ലാത്ത സംഭവമാണ്. അപ്പൊ ഖുർആനിന്റെ ഈ അധ്യാപനം ആദ്യം തന്നെ അവരോട്, മക്കക്കാരോട് നിങ്ങൾ ആരാധിക്കുന്നല്ല അവരോട് പറഞ്ഞു.
പരിശുദ്ധ ഖുർആൻ അവരോട് പറയുന്നത് ഇതിന്റെ ഉള്ളിൽ ആ വിഷയങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഒരു ചിന്തിച്ചാല് ആരാണ് അലക്കിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചത്? അത് വല്ലാത്തൊരു റബ്ബാണ്. നമ്മളെ പരിപാലിക്കുന്ന, തീറ്റിപ്പോറ്റുന്ന, ഭക്ഷണം തരുന്ന, വെള്ളം തരുന്ന റബ്ബുണ്ട്. ഇതിൽ തർക്കല്ല. ഇതൊക്കെ ആദ്യഘട്ടത്തിൽ സമ്മതിപ്പിച്ച് പഠിപ്പിച്ചു കൊടുത്ത് റെഡിയാക്കിയിട്ട് വേണം അവനാണ് അല്ലാഹ് എന്ന് പഠിപ്പിക്കുക. ഇവിടെ അല്ലാഹു തആല സൂറത്തുൽ ഹശ്റിൽ ചെയ്ത ഖുർആനിന്റെ മഹത്വം കൊണ്ട് മനസ്സിലാക്കിപ്പെടും. അല്ലാഹു തആലയുടെ കലാമിന് ഇவ்விதം വലിയ മഹത്വം ഉണ്ടെങ്കിൽ ആ ഖുർആനിന്റെ ഉപമകൾ, ഖുർആനിലെ ഉദാഹരണത്തിൽ കാര്യം മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലാണെന്ന് ഇന്നലെ പറഞ്ഞു. തിൽക്കൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. ഖുർആനിലെ ഏത് ഉദാഹരണങ്ങളും ഉപമകളും ആളുകൾക്ക് ചിന്തിക്കാൻ മാത്രം വിശാലമായ ഉദാഹരണങ്ങളാണ്. ഒരുപാട്, ഒന്നും രണ്ടും അല്ല. എത്ര ഉദാഹരണങ്ങളാണ് അല്ലാഹു തആല ഖുർആനിൽ വിശദീകരിച്ചിട്ടുള്ളത്? ഒരുപാട് ഉദാഹരണങ്ങളാണ്. ഇന്ന് അല്ലാഹു തആല ഇന്ന് നമ്മൾ ഈ ഓതി വെച്ച ഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം ഓരോ ആയത്തും വിശദമായി വിശദീകരിക്കേണ്ട അത്രയും വിഷയങ്ങളുണ്ട്. നമ്മളത് ചുരുക്കി പറയാം. അസ്മാഉൽ ഹുസ്ന ചൊല്ലുമ്പോഴും ഇത് ഓതുമ്പോഴും ഇതിന്റെ അർത്ഥതലങ്ങളൊന്ന് ചെറിയ രൂപത്തിൽ ഉൾക്കൊള്ളാൻ വേണ്ടി മാത്രം ഒരു വിശദീകരണം നടത്തുക. ഞാൻ ആദ്യം പറഞ്ഞത് അതിന്റെ മഹത്വമാണ്. അസ്മാഉൽ ഹുസ്നക്ക് വലിയ മഹത്വമുണ്ട്. ആ അസ്മാഉൽ ഹുസ്നയിൽ വരുന്ന ഒരുപാട് ഇസ്മുകളാണ് ഇവിടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നത്. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു. ഹുവ കാര്യം, അല്ലാഹു അല്ലാഹു ആകുന്നത്, അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അവനല്ലാതെ ഒരു ആരാധ്യനും ഇല്ല. യഥാർത്ഥത്തിൽ ആരാധ്യൻ എന്ന് പറയാൻ, ഇലാഹ് എന്ന് പറയാൻ പറ്റുന്നത് അല്ലാഹു തആലാക്ക് മാത്രമാണ്. അല്ലാഹു എന്ന ജലാലത്തിന്റെ ഇസ്മു തുടങ്ങിയിട്ട് അല്ലാഹുവിനെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നത് അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു. അല്ലാഹു എന്നത് അല്ലാഹു തആലാന്റെ ഏറ്റവും മഹത്വം കുറിക്കുന്ന ജലാലത്തിന്റെ ഇസ്മാണ്. അതിന്റെ അർത്ഥം തന്നെ ഒരുപാട് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് കിതാബുകളിൽ. അല്ലാഹു എന്നത് ഏറ്റവും വലിയ മഹത്വമുള്ള ഇസ്മാണ്. ഇമാം റാസി റളിയല്ലാഹു അൻഹു പോലത്തെ മഹാന്മാര് ഇസ്മുൽ ആലമാണ് എന്ന് അഭിപ്രായപ്പെട്ടതും അത് തന്നെയാണ്. ചിലര് പറഞ്ഞു ഇസ്മുൽ ആലം എന്നത് ഹുവ എന്നതാണ്. ഇവിടെ ആവർത്തിച്ചെന്ന് ഹുവയാണല്ലോ. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു. ഹുവ ഹുവ എന്ന് ഹു എന്ന് മാത്രം പറഞ്ഞാൽ അത് അല്ലാഹുവിലേക്ക് മടങ്ങുന്നു, വേറെ ആരിലേക്ക് മടങ്ങുന്നു. എല്ലാ അർത്ഥത്തിലും ഹുവ എന്ന ഒരു സർവനാമം കൊടുക്കാൻ പറ്റിയ ഒരേ ഒരാൾ ആരാണ്? അല്ലാഹു തആല മാത്രമാണ്. അവൻ എന്നല്ലേ ഹുവ എന്നുള്ളതിന് അർത്ഥം വെക്കുന്നത്. അവൻ എന്ന് പറയാൻ പറ്റിയ എല്ലാ നിലക്കും പൂർണ്ണതയുള്ള ഒരുവൻ ആരാ? അല്ലാഹുവാണ്, വേറെ ആരുമില്ല. അപ്പൊ ഹുവ എന്ന് ദിക്റുമ്പോ ഹു എന്ന് ദിക്ർ ചൊല്ലും. ഹു എന്ന് ചെല്ലുന്ന ആ ദിക്ർ ആരിലേക്ക് മടങ്ങാൻ? അള്ളാഹുവിലേക്കാണ് അത് മടങ്ങുന്നത്. അള്ളാഹുവിന്റെ ദാത്ത് സിഫാത്തിലേക്കാണ് ഹു എന്ന ദിക്ർ മടങ്ങുന്നത്. അതുകൊണ്ട് അവിടെ വേറെ ഒന്നിലേക്കും പിന്നെ ചാൻസ് ഇല്ല, വകുപ്പില്ല, പോകാനും അർത്ഥമില്ല, കഴിയൂല. അപ്പൊ അതുകൊണ്ട് ആലമുൽ അദ്കാർ ദിക്റുകളിൽ വലിയ ദിക്റായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഏത്? ഹു എന്ന്. നമ്മളിങ്ങനെ ചൊല്ലുമ്പോ എന്താണ് ഈ ഹു എന്ന് ചിന്തിക്കൂല. ഹു യാമൻ ഹു, വലിയ അർത്ഥമുള്ള ദിക്റാണത്. ആലമുൽ അദ്കാർ എന്നാണ് റാസി ഇമാം റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറഞ്ഞത്. ദിക്റുകളിൽ ഏറ്റവും വലിയ മഹത്തുള്ള ദിക്റാണ്. അത് മനസ്സിരുത്തി ചെല്ലുന്ന ഒരാളെ. അതുകൊണ്ടാണ് ഔലിയാക്കളുടെ കൂട്ടത്തിൽ അവരുടെ മുഷാഹദനെ പറ്റി പറഞ്ഞപ്പോ സുഹ്റവർദി ഇമാം പറഞ്ഞു, ഔലിയാക്കളുടെ മുഷാഹദ എന്ന് പറഞ്ഞാൽ, മുഷാഹദ എന്ന് പറഞ്ഞാൽ നേർക്ക് നേരെ അർത്ഥം നമ്മൾ വെക്കുമ്പോ ദർശനം എന്നാണ്. അത് ചെറിയ ദർശനമല്ല. മുഷാഹദ എന്ന് പറഞ്ഞാൽ ഹിഫ്ളുൽ അൻഫാസിൻ യകൂനു ഖുറൂജുഹാ വദുഖൂലുഹാ ബില്ലാഹി ഫിൽ മലഇൽ ഖലാ. നഫ്സിലെ ശ്വാസം ഉള്ളിലേക്ക് പോകുന്നതും പുറത്തേക്ക് വരുന്നതും രണ്ടും
ഒറ്റക്കും ജനങ്ങളെ കൂട്ടത്തിലും ആ ശ്വാസം പോകുന്നതും വരുന്നതും അല്ലാഹ് അല്ലാഹ് എന്ന് കേൾക്കാൻ കഴിയുന്നൊരവസ്ഥ. അതെ, അത് ചെറിയൊരവസ്ഥ അല്ല, ഇരുന്നിട്ട് ഉണ്ടാക്കിയ കിട്ടുന്നതല്ല, അത്ര അധ്വാനിക്കണം. ദാക്കിരീങ്ങള് അവരിങ്ങനെ ശ്വാസം ഇങ്ങനെ മേലോട്ട് ഉള്ളിലേട്ട് വലിക്കുന്നതും പുറത്തേക്ക് തള്ളുന്നതും രണ്ടും നോക്കിയാൽ, ശ്രദ്ധിച്ചു നോക്കിയാൽ എന്താ കേൾക്കുന്നത്? അല്ലാഹ്. അതേ രൂപത്തിൽ ഹൂ ഹൂ ഹൂ, ഇതാണ് അവരെ ശ്വാസത്തിൽ നിന്ന് കേൾക്കുന്നത്. അപ്പൊ അവര് ചൊല്ലി ചൊല്ലി അവരെ ശ്വാസോച്ഛ്വാസത്തെ വരെ ഈ ദിക്റിന് വേണ്ടി ലയിപ്പിച്ചു. قال الإمام السهروردي قدس والأحسن الأقصى المشاهدة العلا. ഔലിയാഇന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു റുതുബയാണ്, ഒരു മർത്തബയാണ് മുശാഹദ. അവരെ ശ്വാസോച്ഛ്വാസത്തെ പോലും ദിക്റായിട്ട് നിയന്ത്രിക്കുക. അംഫാസിയായ ദിക്ർ എന്നിട്ട് കുറെ ആൾക്കാർ ചൊല്ലും, നഫ്സിനെ മാത്രം സ്വീകരിച്ചിട്ട്. അതൊക്കെ ഒരു പ്രാക്ടിക്കലാണ്. ഇത് ഔലിയാക്കള് അവരെ ശരീരത്തെയും അവരുടെ രഹസ്യത്തെയും പരസ്യത്തെയും ഒക്കെ അള്ളാഹുവിന്റെ റിളയിൽ തൃപ്തിയിൽ കീഴ്പ്പെടുത്തിയതുപോലെ അവരുടെ ശ്വാസോച്ഛ്വാസത്തെയും അവടിക്കാക്കി. ശ്വാസോച്ഛ്വാസത്തിൽ അങ്ങനെ ശബ്ദമുണ്ട്. അങ്ങനെ ഹൂ എന്നും കേൾക്കാൻ കഴിയും, അള്ളാഹു എന്നും കേൾക്കാൻ കഴിയും. അങ്ങനെ എത്രയോ മഹാന്മാരെ ശ്വാസോച്ഛ്വാസത്തിൽ കേട്ടിട്ടുണ്ട്. അവര് ഉറങ്ങുക, പക്ഷെ നമ്മൾ ആ ഉറക്കത്തിൽ അവർ സാധാരണ ഉറക്കായിട്ടല്ലേ നമുക്ക് തോന്നുന്നത്. നമ്മൾ അടുത്ത് പോയി അവരുടെ ശ്വാസം വലിക്കുന്നതും പുറത്തേക്ക് തള്ളുന്നതും കേട്ടു നോക്കുമ്പോ എന്താ കേൾക്കുന്നത്? അല്ലാഹ് അല്ലാഹ് ഹൂ ഹൂ ഹൂ. ഏത് ദിക്റിലാണോ അവർ കൂടുതൽ ലയിച്ചത് ആ ദിക്റാണ്. അല്ലാഹ് എന്നുള്ളൊരു ഉദാഹരണം ഒക്കെ വരും. അങ്ങനെ കൂട്ടി നോക്കുമ്പോ അവരുടെ ഒരു കാറ്റ് മതി നമുക്ക്. അവര് ശ്വാസം ബില്ലാഹി ഫിൽ മലയിൽ ഖല രണ്ടും പറഞ്ഞിട്ടുണ്ട്. ഒറ്റക്ക് ദിക്റിന് വേണ്ടി ഇരിക്കുമ്പോഴല്ല, ഫിൽ മലയിൽ എന്ന ജനങ്ങളെ കൂട്ടത്തിൽ, ഖല എന്നാൽ ഒറ്റക്ക് ഇരിക്കും. അപ്പൊ ഇനി ഏതാ ഒഴിവുള്ളു? ഒറ്റക്കിരിക്കാ ജനങ്ങളെ കൂട്ടത്തില്ല. മൂന്നാമത്തെ അവസ്ഥ ഉണ്ടോ? മൂന്നാമത്തെ അവസ്ഥ ഒരു മനുഷ്യനില്ലല്ലോ. ഞങ്ങൾ പറയുന്ന അവസ്ഥ മൂന്നാമത്തെ അവസ്ഥ ഒന്നെങ്കിലും ഒറ്റക്ക് അല്ലെങ്കിൽ കൂട്ടത്തിന്. വേറെ അവസ്ഥ ഏതാണുള്ളത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഫുൾ ടൈം എന്നാണ്. അതിന് അവര് ദിക്റ് ചൊല്ലി ദിക്റ് ചൊല്ലി 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 നാവല്ല, നാവ് പച്ച പിടിച്ചു കിട്ടിയാൽ തന്നെ വലിയ ഭാഗ്യമാണ്. ദിക്റുമല് നാവ് പച്ച പിടിച്ച് കിട്ടിയാല് കലിമ ചൊല്ലിയിട്ടല്ലാതെ ആൾ മരിക്കൂല എന്നാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ദിക്ർ ചൊല്ലിയിട്ട് അസ്മാഉൽ ഹുസ്നയും ഉമ്മമാരെ വലിയ സന്തോഷാണ് നിങ്ങൾക്കിത് കേൾക്കുമ്പോ. അസ്മാഉൽ ഹുസ്നയും ആലമുസ്സലാത്തും നൂറുൽ ഈമാനും കൻജുൽ അർശും ഒക്കെ ചൊല്ലുന്ന സഹോദരിമാരുണ്ട്, ഭാഗ്യവതികളാണ്. അവരതൊക്കെ ചൊല്ലിയിട്ട് എന്നും അവരെ നാവിന് ഒരു അതുകൊണ്ട് കിട്ടുന്ന ഒരു സൗന്ദര്യം കൊണ്ട് കലിമ ചൊല്ലാൻ കഴിയും. കാരണം ആ ചൊല്ലുന്ന ദിക്റൊന്നും ചെറിയ മഹത്തുള്ളതല്ല, വലിയ വലിയ മഹത്തുള്ള ദിക്റുകളാണ് ആ ചൊല്ലുന്നതൊക്കെ. അസ്മാഉൽ ഹുസ്ന തന്നെ എന്നും ചൊല്ലുന്ന ആള് എത്ര വലിയ ഭാഗ്യമുള്ള ആളാണ്. അസ്മാഉൽ ഹുസ്ന ചൊല്ലിയിട്ട് ദ്വാരനാല് അത്രയും ഉത്തരം കിട്ടുന്നുള്ള ഖുർആൻ പറഞ്ഞതല്ലേ, തർക്കല്ലല്ലോ. ആ അസ്മാഉൽ ഹുസ്നയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്ർ അല്ലാഹ് ആണല്ലോ, ആദ്യത്തെ ദിക്ർ. ഇങ്ങനെ അസ്മാഉൽ ഹുസ്ന തുടങ്ങുന്നത് ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു എന്നല്ലേ. അതവിടെ ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല. അത് നമ്മളെ നാവിലൂടെ മൊഴിഞ്ഞാൽ മാത്രം പോരാന്നാ മഹാന്മാര് പറഞ്ഞു. ഇതിന്റെ ആശയം ശരിക്കും നമ്മൾ ഉൾക്കൊള്ളണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് ഈ പറഞ്ഞത്. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു എന്ന് പറഞ്ഞാൽ എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ശരിക്കും നമ്മുടെ ശരീരത്തിലും നമ്മുടെ മജ്ജയിലും മാംസത്തിലൊക്കെ അലിഞ്ഞു ചേരണം. ആ വിധം അല്ലാഹു നമ്മുടെ ഈമാൻ ഉറപ്പിച്ചു തരട്ടെ. എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ സഹോദരങ്ങളെ, ഇനിയും ഒരു പരീക്ഷണം നേടുന്നതിലേക്ക് മുസ്ലിങ്ങൾ ഒരു പക്ഷേ പോകേണ്ടി വരും. അതെന്താ? ഈമാനികമായ പരീക്ഷ.
മുമ്പ് ഇവിടെ ഒരു പരീക്ഷണം നേരിട്ടിരുന്ന ഈമാനികമായ പരീക്ഷണം, അത് കുറെ മുമ്പ്, നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ്. ഇപ്പൊ അത്തരത്തിലുള്ള ആൾക്കാർ വളരെ കുറവാണ് അന്ന് അനുഭവിച്ച ആൾക്കാർ. അത് ബ്രിട്ടീഷുകാരെ കൊണ്ട് മുസ്ലിങ്ങൾക്ക് നേരിട്ടൊരു പരീക്ഷണമായിരുന്നു ഇസ്ലാമിന്റെ പേരിൽ. പക്ഷെ അന്ന് മുസ്ലിങ്ങൾ ചെറുത്തു നിന്നത്, തോൽപ്പിച്ചത് ആൾബലം കൊണ്ടും കയ്യൂക്ക് കൊണ്ടും ആയുധം കൊണ്ടും അല്ല, ഈമാൻ കൊണ്ടായിരുന്നു. ഇനി അങ്ങനെ ഒരു പരീക്ഷണം വരുന്നു, അത് പുറത്തുനിന്നുള്ള ആൾക്കാരെ കൊണ്ടല്ല, ഉള്ളിൽ നിന്നുള്ള കക്ഷികളെ കൊണ്ട്. അതിനാണ് പേരിട്ടിരിക്കുന്നത് പൗരത്വം എന്നുള്ള വിഷയം. അതൊരു മറയാണ്, ഒരു പുകമറ. ലക്ഷ്യം എന്താണ്? ഉന്മൂലനാശം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. വർഗീയവാദികളുടെ ലക്ഷ്യം മുസ്ലിങ്ങളെ തുടച്ചു നീക്കുക. അവർ ശക്തി പ്രാപിക്കുന്നുണ്ട്, അത് പറ്റൂല. ഈ രാജ്യം ആരുടെ രാജ്യമാണ്? ഹിന്ദുവിന്റെ രാജ്യമാണ്. ഹിന്ദുക്കൾ പറയുന്നു അത് ഹിന്ദുവിന്റെ രാജ്യമല്ല, ഇതെല്ലാവരും രാജ്യമാണ്. ഹിന്ദുക്കൾ പറയണ്ടല്ലോ, നമ്മളായിട്ട് പറയുന്നത് ഇത് എല്ലാവരെയും രാജ്യമാണ്. ഇന്ത്യ അങ്ങനെയാണല്ലോ. ഇന്ത്യയിൽ ബഹുസ്വരതയാണ്. ഇവിടെ ഇസ്ലാം മാത്രം അല്ലല്ല, ഇവിടെ ക്രിസ്ത്യാനികൾ മാത്രം അതുമല്ല, ഹിന്ദുക്കൾ മാത്രം അല്ല, നാനാമതക്കാർ ഒരുമിച്ച് കൂടിയിട്ടുള്ള സൗന്ദര്യമുള്ള രാജ്യമാണ് ഇന്ത്യ രാജ്യം. ഇന്ത്യ രാജ്യത്തുള്ള ഹിന്ദുക്കളൊക്കെ പുറത്താണ്, നമ്മുടെ മുസ്ലിങ്ങൾ മാത്രമേ പറ്റുള്ളൂ. ഇസ്ലാമിന് നയമുണ്ടോ? അങ്ങനെ നയം പറയാൻ തന്നെ പാടില്ല. ഇസ്ലാമിന് അങ്ങനെ നയല്ല. ഇസ്ലാമിൽ അങ്ങനെ നയല്ല, നയം പ്രഖ്യാപിച്ചിട്ടില്ല. ഇവിടെ എല്ലാവരും ജീവിക്കണം. അപ്പൊ ഇനി ഒരു പരീക്ഷണാർത്ഥത്തിൽ വരുമ്പോ ആളുകൾ അവിടെ എന്താ ചെയ്യാ? എന്താ ആളുകൾ പരിഗണിക്കുക? നിങ്ങളൊന്ന് പറഞ്ഞാൽ എന്താ ആളുകൾ ചെയ്യാ? ജീവിതം കൊതിയുള്ളവർക്ക് എന്ത് ചെയ്യും? മതം മാറും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ജീവിതം കൊതിയുള്ളവർ, ദുനിയാവിനെ പ്രണയിക്കുന്നവർ, ദുനിയാവായിട്ട് കെട്ടിക്കൂടാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഗുജറാത്തിൽ കണ്ട വംശഹത്യ നമ്മൾ അതല്ലേ, നമ്മളൊക്കെ വായിച്ചില്ലേ? പക്ഷേ മുസ്ലിങ്ങൾ ഒരിക്കലും വിശ്വാസത്തിൽ നിന്ന് മാറാൻ അവിടെ തയ്യാറായിട്ടില്ല. ചുട്ടരിക്കപ്പെട്ടിട്ടുണ്ട്, വറച്ചട്ടിയിലേക്ക് വലിച്ചെറിയപ്പെട്ടിട്ടുണ്ട്, ചെറിയ പൈതങ്ങളെ പോലും മാതാപിതാക്കളെ കൺമുന്നിൽ വെച്ച്. എന്നിട്ട് പോലും ആ ഉമ്മയും ഉപ്പയും ഞങ്ങൾ നിങ്ങളെ കൂട്ടത്തിലേക്ക് വരാമെന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. ഈമാനാണ് ഏറ്റവും വലിയ പരീക്ഷണം വരിക. അതാ ഞാൻ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് നമ്മുടെ നാവിൽ പോരാ, നമ്മുടെ കൽബിലും നമ്മുടെ മജ്ജയിലും മാംസത്തിലും അത് വേരൊർക്കണം, എല്ലാത്തിലും വേരൊർക്കണം. അങ്ങനെയുള്ള ഒരു മുസ്ലിമിന് ദുന്യാവേറ്റ് കെട്ടിക്കൂടിയിട്ട് കുറെ കാലം ഇവിടെ നിൽക്കണം എന്നുള്ളൊരു താല്പര്യത്തിൽ മാറൂല, ഒരു നിലക്കും മാറൂല. അങ്ങനെയാണ് രഹസ്യ റിപ്പോർട്ടുകളൊക്കെ വന്നു നോക്ക് നിങ്ങൾ. ഇന്ത്യയിൽ വലിയ വംശീയ കലാപങ്ങൾ വരുന്നു എന്നാണ് ഇപ്പൊ അടുത്തും ലോകതലത്തിൽ നിന്ന് ഏജൻസി പുറത്തുവിട്ട റിപ്പോർട്ട്. വലിയ കലാപങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നു. എന്നിട്ട് ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ കൂട്ടക്കുരുതി ചെയ്യാനുള്ള തീരുമാനം. കേരളത്തിലില്ല എന്നുള്ളത് നോക്കണ്ട, പല ഭാഗത്തും സ്വകാര്യ കെട്ടിടങ്ങളും ആലയങ്ങളൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തകൃതിയായി നടക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ആൾക്കാർ ഈ ഒരു വൈറസിന്റെ പേരിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടുന്നുണ്ടെങ്കിലും നടക്കേണ്ട കാര്യങ്ങളും കെട്ടിട നിർമ്മാണങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കണം. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഈമാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറച്ച ഈമാനാണോ വിജയിക്കുന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിജയിക്കും, അതിലപ്പുറം വേറെ വിജയിക്കും? ജയിക്കൂല. ജയിച്ച ചരിത്രമല്ല. ഇവിടെ ഏറ്റവും വലിയ സൗകര്യമുള്ള ആൾക്കാരില്ലേന്നോ? ഇന്ത്യ ഭരിക്കുന്നവരെക്കാളും സൗകര്യമുള്ള ആൾക്കാരല്ല ബ്രിട്ടീഷുകാർ, അല്ലേ? അല്ല, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ആൾക്കാരെക്കാളും സൗകര്യങ്ങളും സംവിധാനം ഉള്ളവരാണ് ആര്? അതുകൊണ്ടാണ് ഓല് പാലം പണിതതും, ഓല് റെയിൽവേ ട്രാക്ക് ഉണ്ടാക്കിയതും, ഓല് ഒരുപാട് പിന്നെ കോർപ്പറേറ്റ് ഒരുപാട് ഷിപ്പ്യാർഡുകളും മറ്റൊക്കെ ഇവിടെ ഉണ്ടാക്കിയത് അവരാണ്. അവര് കുറച്ചുകൂടി കാലം ഭരിച്ചിട്ടാണെങ്കിൽ ഇവിടെ നമ്മള് നെല്ലിക്കാവർന്ന് നേരെ വയനാട്ടിലൊക്കെ റെയിൽപാടുണ്ടാവും. അങ്ങനെ ഇതിലെങ്ങനെ കോഴിക്കോട് ഇങ്ങനെ ക്രോസ് ആയിട്ട്. അപ്പൊ ഇങ്ങനെ ഒരു നാട് വിട്ട് ഇവിടുന്നാണ് നാട് കടത്തിപ്പോയത്. പക്ഷെ അന്ന് അവരിവിടെ ചെയ്ത
ക്രൂരതകൾക്ക് മറുപടി കൊടുത്ത് വലിയ രീതിയിൽ അവരോട് പ്രതികരിച്ചതിൽ ഏറ്റവും കൂടുതൽ ഈ നാടിന് വിജയം നേടിക്കൊടുത്തത് മുസ്ലിങ്ങളാണ്. അല്ലാത്തവരും മുസ്ലിങ്ങളും കൂടെ ഒപ്പം ചേർന്ന് നിന്ന് സഹകരിച്ചിട്ടുണ്ട്. ആ ചരിത്രം നമ്മൾ ഒഴിവാക്കുന്നില്ല. ഉണ്ട് ഒരുപാട് ആൾക്കാരാണ് മനുഷ്യ സ്നേഹികൾ. മുസ്ലിങ്ങൾ ചേർത്ത് നിന്നിട്ടുണ്ട്. ആ ചെറുത്തു നിൽപ്പിൽ വലിയ വിജയം വരിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട മമ്പുറത്ത് തങ്ങളും ഉമർ ഖാദിയും. അവരൊക്കെ വലിയ വലിയ നേതൃത്വം നൽകിയവരാണ്. മൊത്തം ആ നാട് മൊത്തം അങ്ങോട്ട് ഒഴിവാക്കാനായിരുന്നു തീരുമാനം ഉണ്ടായിരുന്നത്. പക്ഷെ നടന്നില്ല. എന്തെല്ലാം പേരിൽ ഈ നാട്ടിൽ സംഘടനകൾ നടന്നിട്ടുണ്ട്. അവിടൊക്കെ ഇസ്ലാമിന് ഇജ്ജത്താർന്ന രീതിയിൽ നല്ല ശുഹദാക്കളെയും അല്ലാഹു തആല തന്നിട്ടുണ്ട്. ഒരു ദൃഷ്ടാന്തവും ഒരു കാവലും ഒരു പഠനവും ഒക്കെ ആയിട്ട്. വെറും ഒരു സഹായത്തിന് വേണ്ടി മാത്രമല്ല, അതൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ചരിത്രങ്ങളാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് നമ്മുടെ ശരീരത്തിലും നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ സംസ്കാരത്തിലും ഒക്കെ അലിഞ്ഞു ചേർന്നതാകണം. നാവില് മാത്രം പോരാ. എന്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ തഫ്സീർ ചെയ്ത മഹാന്മാര് പറഞ്ഞു, ലാ ഇലാഹ വല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ. അതാണ് അതിൽ ഏറ്റവും വലിയ ദിക്ർ. ഈ തുടക്കത്തിൽ കൊടുത്ത ദിക്ർ ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹു. അത് ഏറ്റവും പരിശുദ്ധമായ ദിക്റാണ്. ആ ദിക്ർ അതാണ് നമ്മുടെ മുദ്രാവാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്. അത് ശരിക്കും അങ്ങോട്ട് ചേരണം. സ്വഹാബത്തും താബിഈങ്ങളും ഈമാൻ കൊണ്ടതുപോലെ അവരേറ്റവും പരീക്ഷണങ്ങളായിരുന്നു തുടക്കത്തിൽ അതിജയിച്ചിരുന്നത്. ആ പരീക്ഷണ ഘട്ടത്തിൽ അവര് അടിയുറച്ച് ശരിക്കും ഉറച്ചു നിന്നത് കൊണ്ടാണ് അല്ലാഹു തആല അത്രയും വലിയ വിജയം കൊടുത്തത്. സ്വഹാബത്ത് ഇവിടെയും വിജയം കൊടുത്തു, ആഖിറത്തിലും വിജയം കൊടുത്തു. ഇവിടെ വിജയം കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ സൗകര്യങ്ങളും അല്ലാഹു തആല കൊടുത്തു. മക്കത്തുനിന്ന് മദീനത്തുനിന്ന് ബദറിലേക്ക് പോകുന്ന ആളുകൾ ധരിക്കാൻ പോലും ചെരുപ്പില്ലാത്ത അവസ്ഥയല്ലേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അവിടെ ജയിച്ചത്. അവിടെ ജയിച്ചത് ഈമാനാണ്. ആൾബലം ജയിച്ചു എന്ന് പറയുകയാണെങ്കിൽ ആര് ജയിക്കണം? അബൂജഹലും ടീമും ജയിക്കണ്ടേ? ഒരു ദിവസം അവരെ ക്യാമ്പിൽ അറുക്കുന്ന ഒട്ടകങ്ങളെ എണ്ണം തന്നെ 10 നല്ല തീറ്റയാണ് അവിടെ. ഒരു 10 ആള് കൂടിയാലും ഒന്നിനെ 100 ആൾക്ക് ഒന്ന് രീതിയിൽ 10 ഒട്ടകങ്ങളെ നടക്കുന്നത്. ഭക്ഷണമൊക്കെ കഴിച്ച് അല്ല കൊയ്ത്ത് റെഡി ആയിട്ടുള്ള ശരീരങ്ങളാണ്. ഇപ്പുറത്ത് ക്ഷീണിച്ച് വളരെയധികം വിഷമിച്ച് നിൽക്കുന്ന ഭക്ഷണങ്ങൾ നേർക്കുനേരെ അവർ കഴിക്കും പോലെ സമയങ്ങളിൽ കഴിക്കാനില്ലാത്ത മുത്തുമൂമിനീങ്ങൾ. പക്ഷെ അവരിൽ ഉള്ള ഒന്ന് 1000 അല്ല 10,000 അപ്പുറത്ത് വന്നാലുമില്ല. ഇതെന്താ? ഈമാനാണ്. ഒരിക്കലും അടിപതറാത്ത, ചിതറിപ്പോകാത്ത, മാറിപ്പോകാത്ത ഈമാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ശരിക്കും അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പിശാച് ആദ്യം തന്നെ വന്ന് ബദറിലുള്ള ആൾക്കാരെ പിശാച് ശല്യം ചെയ്തിട്ട് പിശാച് എന്തോ പറഞ്ഞു, നിങ്ങള് അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിലേ നിങ്ങളിപ്പോ ഈ ഇവിടെ വന്നു ബദറിൽ ഒന്ന് താമസിച്ചു, നിങ്ങൾ നോക്കി നിങ്ങളെ അവസ്ഥ, നിങ്ങളൊന്ന് ഉറങ്ങി എണീറ്റപ്പോ പലർക്കും കുളി ഉജൂബായി. കുളിക്കാൻ വെള്ളമുണ്ടോ? മുസ്ലിങ്ങളെ ഈമാൻ തെറ്റിക്കുന്ന ശൈത്താന്റെ സ്വഭാവമാണത്. ഖുർആൻ പറയുന്നുണ്ട്, ശൈത്താൻ വന്നിട്ട് കൽബിൽ വസ്വാസ് ഉണ്ടാക്കുകയാണ്. ശൈത്താൻ വന്നിട്ട് പറഞ്ഞു, ഇത് യുഗശീകുമുൻ നുആസ അമനതൻ മിൻഹു. അല്ലാഹു തആല ഇവർക്ക് നല്ലൊരു ഉറക്കം കൊടുത്തു, ഒരു ആശ്വാസത്തിന്റെ ഒരു ഉറക്കം. ആ ഉറക്കിൽ പലരും കുളി നിർബന്ധമുള്ള ആൾക്കാരായി മാറി. അപ്പൊ ശൈത്താൻ വന്നിട്ട് പറയാണ്, നിങ്ങൾ അല്ലാഹു തആലന്റെ ആൾക്കാർ ഈ നാട്ടിൽ വന്നു കഴിഞ്ഞ് നിസ്കരിക്കണമെങ്കിൽ കഴിയൂല, കാരണം വെള്ളമില്ലല്ലോ കുളിക്കാൻ. എന്ത് ചെയ്യുങ്ങൾ എന്ന് വസ്വാസ് അവരെ കൽബിൽ ശൈത്താൻ ഉണ്ടാക്കാൻ നോക്കിയപ്പോഴേക്ക് അല്ലാഹു തആല അവർക്ക് നല്ല മഴ കൊടുത്തു. ലിയർബിത അലാ ഖുലൂബികും വയസബ്ബിത ബിഹിൽ അഖ്ദാം. എന്തിനാണ് അല്ലാഹു മഴ കൊടുത്തത്? കൽബ് ശരിക്കും അങ്ങോട്ട് പിടിച്ച് ബന്ധിപ്പിക്കാൻ. ഈമാനിൽ കൽബിൽ എന്താ വന്നിരുന്നത്? പിശാചിന്റെ ചെറിയ സ്വാധീനം വന്നിട്ട്, നിങ്ങളും ഇസ്ലാമിലല്ല മുസ്ലിങ്ങളല്ലേ, എന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വന്നില്ലേ, അതുകൊണ്ട് നിങ്ങൾ ഈ പക്ഷത്ത് നിന്നിട്ടാണിത്, മാറിക്കോളീന്നാണ് അവൻ പറയുന്നത്.
മഴ അങ്ങോട്ട് പെയ്തപ്പോഴേക്ക് സഹാബത്തിന് സന്തോഷായില്ലേ, നല്ല വെള്ളം കിട്ടി, കുടിക്കാനും കുളിക്കാനും യഥേഷ്ട സൗകര്യത്തിൽ. അത് തന്നെ വലിയൊരു അടയാളാണ്, വലിയ ദൃഷ്ടാന്താണത്. അവര് ഹക്കിന്റെ ഭാഗത്താണ് എന്നതിന് അല്ലാഹു തആല കൊടുത്ത വലിയൊരു ദൃഷ്ടാന്താണ്. അങ്ങനെ ഒരു താരി വെള്ളം ആ സമയത്ത് ആ നാട്ടിൽ പരിസരത്ത് എവിടെ ഇല്ല. ബദർ അങ്ങനെ വെള്ളം കിട്ടുന്ന ഒരു സ്ഥലമല്ല, മുമ്പേ വെള്ളത്തടാകങ്ങളുള്ള സ്ഥലമല്ല. അതങ്ങനെ ഒരു കല്ലും കൂട്ടമാണ്, പല കല്ലുകളുള്ളൊരു കൂട്ടാണത്. കുറഞ്ഞ ഭാഗങ്ങൾ കല്ലില്ലാത്ത മണൽ ഭാഗമുണ്ട്. പൊട്ടക്കിണറുകളാണ് അവിടെ ഉള്ളത്, ഇത് വെള്ളമല്ലല്ലോ. ഈ വെള്ളം അങ്ങനെ കിട്ടിയത് അവരെ ഈമാനിന് അല്ലാഹു തആല കൊടുത്ത വലിയൊരു സഹായമാണ്, ഖൽബൊന്ന് ഉറപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ജയിച്ചത്. ദുനിയാവ് കാണിച്ചു കൊടുത്തല്ലോ. അസ്ഹാബുൽ കഹ്ഫിൽപ്പെട്ട 7 ആളുകൾക്കും, ചെറുപ്പക്കാരാണ്, 7 ആളുകൾക്കും ദുനിയാവാണ് രാജാവ് ആദ്യം കാണിച്ചു കൊടുത്തത്. മീശയും താടിയും കിളിർത്ത് വരുന്ന നല്ല യൗവനം, കാണാൻ നല്ല ചൊങ്കും ചൊറുക്കുമുള്ള ചെറുപ്പക്കാർ, ആരോഗ്യവാന്മാർ. അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ ചെറുപ്പകാലത്ത് നിങ്ങൾ ഈ കുസൃതി കൊണ്ട് തോന്നുന്നോരോ തോന്നലാണ്. ഇവരെ മുന്നിലിട്ട് പലരെയും കൊല്ലുമ്പോഴാണ് രാജാവ് പറഞ്ഞത്, നിങ്ങളെ ഞാൻ കൊല്ലൂല, കാരണം നിങ്ങളെ നമുക്ക് ആവശ്യം, നമ്മളെ ഭരണത്തിന് നിങ്ങളെ ആവശ്യം, നിങ്ങളെ ഓരോരുത്തർക്കും ഓരോ സ്ഥാനം ഏൽപ്പിച്ചാൽ എനിക്ക് സുഗമമായിട്ട് ഭരണം നടത്തും, അതുകൊണ്ട് നിങ്ങളെ കൊല്ലൂല. നിങ്ങളൊന്ന് ഉറച്ച് തീരുമാനിക്കും, എന്താ ചെയ്യേണ്ടത് തീരുമാനിക്കും. അല്ലാഹു തആല എന്താ പറഞ്ഞത്? വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്. ഒരൊറ്റ തീരുമാനമാണ് 7 ആൾ ഉറപ്പിച്ചു പറഞ്ഞു. ഓല ഖൽബാണ് അല്ലാഹു തആല കൂട്ടിഘടിപ്പിച്ചത്. 7 കുടുംബങ്ങളിൽ നിന്ന് വന്ന 7 ചെറുപ്പക്കാരെയും അല്ലാഹു ഇണക്കിയത് സൗകര്യങ്ങളുടെ പേരിലോ സംവിധാനങ്ങളുടെ പേരിലോ ഉപകാര വസ്തുക്കളുടെ പേരിലോ അല്ല. ഖൽബിൽ അങ്ങോട്ട് അല്ലാഹു തആല ബന്ധിപ്പിച്ചിട്ട് വല ഈമാൻ ഉണ്ടോ ഉറച്ചിട്ട് അവര് പറഞ്ഞു, റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദഉ മിൻ ദൂനിഹി ഇലാഹാ. അല്ലാഹുവിനെ പുറമെ നമ്മൾ ആരെയും, ഒരു ഇലാഹിനെ നമ്മൾ ആരാധിക്കൂല, നമ്മളെ കിട്ടൂല അതിന്. ആ ചെറുപ്പക്കാര് ആ ധീരതയോടെയുള്ള ഈമാനിന്റെ പ്രഖ്യാപനം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുടക്കിയപ്പോ അവർക്ക് അല്ലാഹു തആല കൊടുത്ത വിജയം എത്ര വലുതാണ്. എന്താണ് അവർക്ക് അല്ലാഹു തആല കൊടുത്ത വിജയം? ആഖിറത്തിലെ വിജയം ഉണ്ട്. ദുനിയാവത്തെ പറയും, ദുനിയാവിൽ ഏറ്റവും വലിയ വിജയം എന്താ? അസ്ഹാബുൽ കഹ്ഫിന്റെ സൂറത്തുൽ കഹ്ഫ് ഒക്കെ മറന്നോ? ദുനിയാവിൽ അല്ലാഹു തആല കൊടുത്ത ഏറ്റവും വലിയ വിജയം എന്താ? അവര് കാരണം ലക്ഷക്കണക്കിന് ആൾക്കാരെ ഈമാൻ അല്ലാഹു ഉറപ്പിച്ചു. 300 കൊല്ലം കഴിഞ്ഞിട്ട് വന്ന രാജാവിന് അന്ന് ഏറ്റവും വലിയ പ്രതിസന്ധി എന്താ? അന്നുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർ, അള്ളാഹുവിൽ വിശ്വാസമുള്ള തന്നെ, പുനർജീവിതം ഉണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക്. മരിച്ചിട്ട് പിന്നെ ഒരു ജീവിതം ഉണ്ടോ? ആശങ്ക, മരിച്ചിട്ട് ജീവിതം ഉണ്ടോ? അതാണ് അല്ലാഹു തആല പറഞ്ഞത്, വകദാലിക ബഅസ്നാഹും ലിയതസാഅലു ബൈനഹും എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു, വലിയഅലമു അന്ന വഅദല്ലാഹി ഹഖ്ഖുൻ വഅന്ന അസ്സാഅത ലാ റൈബ ഫീഹാ ഇദ് യതനാസഊന ബൈനഹും. അന്നത്തെ ജനങ്ങൾ, ലക്ഷക്കണക്കിന് ആളുകൾ, രാജാവിന്റെ അനുയായികൾ സംശയത്തിലായിരുന്നു, ബഅസുണ്ടോ, പുനർജീവിതമുണ്ടോ. അതിനൊരു അടയാളമായിട്ടാണ് അല്ലാഹു തആല ഇവരെ 300 കൊല്ലത്തിന് ശേഷം കൊണ്ട് എഴുന്നേൽപ്പിച്ചത്. അത് കണ്ടപ്പോ ആ നാട്ടുകാർ മൊത്തം പറഞ്ഞു, പുനർജീവിതം ഉണ്ട് കേട്ടോ, മരിച്ചിട്ടൊരു ജീവിതം ഉണ്ട്. എന്ന് കാലം മുമ്പ് മരിച്ചവര് ഒരു 2 ജീവിച്ചത് ഉണ്ട്, ഞങ്ങൾ ഉറപ്പിച്ചു വിശ്വസിച്ചു, റെഡിയാണ്. അപ്പൊ ഇവരും കൂടി അങ്ങോട്ട് വിശ്വസിച്ച ആ സന്തോഷം കൂടി കേട്ടിട്ടാണ് പിന്നെ അസ്ഹാബുൽ കഹ്ഫ് ദിക്റും ചൊല്ലിയിട്ട് ഗുഹയുടെ ഉള്ളിൽ അങ്ങോട്ട് വഫാത്താണ്. ഇത് ദുനിയാവത്തതാണ്, ആഖിറത്തെ പറഞ്ഞത്. അപ്പൊ ഈമാൻ ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ഈമാൻ ഉറച്ചാൽ ഇവിടെയും വിജയമുണ്ട്, ആഖിറത്തിലും വിജയമുണ്ട്, 2 ലോകത്തും വിജയമുണ്ട്. അതിലൊരു തർക്കമില്ല. അല്ലാഹു നമ്മുടെ ഈമാൻ ഉറപ്പിച്ച് നിർത്തി തരട്ടെ. ഏതവസ്ഥയിലും പതറിപ്പോകാൻ പാടില്ല. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല, അല്ലാഹുവിന് മാത്രമേ ആരാധനക്കർഹനുള്ളൂ. എന്തേ കാരണം? ഇനി പറയാൻ പോകുന്ന വിഷയങ്ങളൊക്കെ ഉള്ള ആളെ ഇലാഹാകാൻ പറ്റും. എന്താണ് ആദ്യമായി പറയുന്നത്? ആലിമുൽ ഗൈബി വശഹാദ.
മഅബൂദുകൾക്കൊക്കെ അതുണ്ടോ നോക്കിയാൽ മതി. ആലിമുൽ ഗൈബി വശഹാദ, വലിയ ഒരു സിഫത്താണ് പറഞ്ഞത്. ആലിമുൽ ഗൈബ്, മനുഷ്യന്റെ അറിവ് ബന്ധിക്കാത്ത, മനുഷ്യന്റെ ബോധം എത്തിച്ചേരാത്ത അദൃശ്യ കാര്യങ്ങൾ അറിയുന്നവൻ. മനുഷ്യൻ എത്ര ടെക്നിക്കലായി ഉപയോഗിച്ചാലും അറിയാത്ത പലതുണ്ട് അല്ലേ? പലതുണ്ട്. മനുഷ്യൻ എത്ര ഉപയോഗിച്ചാലും കണ്ടെത്താൻ കഴിയാത്ത പലതുണ്ട്. എത്ര വിഷയങ്ങളുണ്ട് കണ്ടെത്താൻ കഴിയാത്തത് അല്ലേ? കണ്ടെത്താൻ കഴിയാത്ത രോഗങ്ങളില്ല, എത്ര ഉണ്ട്? എന്താണെന്നുള്ള അവസ്ഥയിൽ കണ്ടെത്താൻ കഴിയാത്ത രോഗങ്ങൾ എത്ര ഉണ്ട്? ആ രോഗങ്ങൾ അറിയുന്നവനാരാണ്? അല്ലാഹുവാണ്. മനുഷ്യൻ തെരഞ്ഞിട്ട് കണ്ടെത്താൻ കഴിയാത്ത എത്ര വസ്തുക്കളുണ്ട്, അതറിയുന്നവൻ അല്ലാഹുവാണ്. മനുഷ്യന്റെ ഇൽമ് ഒരു മഖ്ലൂക്കിന്റെ ഇൽമും അതുമായിട്ടൊരു ബന്ധവുമില്ല. അങ്ങനത്തതാണ് ഗൈബ് എന്ന് പറയുന്നത്. മാലം യതഅല്ലഖു ബിഹി ഇൽമു മഖ്ലൂക്കിൻ, ഒരു സൃഷ്ടിയുടെ ഇൽമോ അവന്റെ ബോധമോ അവന്റെ അറിവോ അതിന്റെ ഒരു ടച്ചും ചെയ്യില്ല. അതാണ് ഗൈബ്. അദൃശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര വിവരം വെച്ച് നോക്കിയാൽ അത് കിട്ടൂല. അത് വല്ലാത്തൊരു സംഗതി തന്നെയാണല്ലോ. അതൊരു കഴിവ്, ചെറിയൊരു കഴിവല്ല. ആലിമുൽ ഗൈബി വശഹാദ, ദൃശ്യമറിയുന്നവൻ. നമ്മളൊക്കെ കാണുന്ന വിഷയങ്ങളുണ്ട് പലതും, അതും അല്ലാത്തതും അറിയുന്നവൻ, ദൃശ്യവും അദൃശ്യവും അറിയുന്നവൻ. ആ ഒരു കഴിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ റബ്ബ് തആലാന്റെ ഏറ്റവും വലിയ കഴിവ് അല്ലാഹുവിന്റെ ഇൽമാണ്. ചില മഹാന്മാര് പറഞ്ഞു, തഫ്സീർ എഴുതിയപ്പോൾ അബൂ ജാഫർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ഗൈബു മാ ലം യകുൻ വശഹാദതു മാ കാൻ. നാലേ ഗൈബ് എന്ന് പറഞ്ഞാൽ ഇതുവരെ നടക്കാത്ത, സംഭവിക്കാത്തത്. ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ ഇതുവരെ നടന്ന് ഭൂമി ലോകത്ത് നടന്ന കാര്യങ്ങളൊക്കെ ഷഹാദത്തും, നടക്കാനിരിക്കുന്നത് വരാനിരിക്കുന്നത് ഗൈബും. മറ്റുള്ളവർക്ക് ഇതിന് കഴിവുണ്ടോ അറിയാത്തത് അറിയിച്ചു കൊടുക്കാൻ? ഇല്ല. ഇല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ബഹുമാനപ്പെട്ട ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് ഹലീമ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നു. എപ്പോ? മുലകൂടി കഴിഞ്ഞിട്ട് പിന്നെയും കൊണ്ടുപോയിട്ടുള്ളവര്. അതായത് കുറച്ചുകൂടി കാലം കുട്ടി അവിടെ താമസിക്കണം എന്ന് കുട്ടിയുടെ ആ മഹത്വങ്ങളൊക്കെ വർണ്ണിച്ച് മനസ്സിലാക്കിയപ്പോ കൊണ്ടുപോയിട്ട് പിന്നെ തിരിച്ചു കൊണ്ടുവരാനുള്ള കാരണം എന്താ? അത് മലക്കുകൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രത്യേകമായി നബിതങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ സ്ഥാനമാനങ്ങളൊക്കെ വെച്ചു കൊടുത്തു. ആ ഒരു സംഭവം, ശുഭ്രവസ്ത്രധാരികളായ ആളുകൾ വന്ന് നബിതങ്ങളെ പിടിച്ചു എന്നുള്ള സംഭവം ഹലീമ ബീവിക്കും ഭർത്താവിനും വലിയൊരു പേടിയേറ്റത് തോന്നി. അപ്പൊ കുട്ടിയെ നമ്മൾ ഏൽപ്പിക്കഴിഞ്ഞ് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ കൊണ്ടുവരുന്ന കൊണ്ടുപോക്കിൽ നബിതങ്ങളെ കാണാതായി. ഹലീമ ബീവി റളിയല്ലാഹു അൻഹ ഒന്ന് താഴെ വെച്ച്, അതുവരെ താഴെ വെച്ചിട്ടില്ല, മക്കന്റെ ഗേറ്റിന്റെ അടുത്തുനിന്ന് താഴെ വെച്ച് ഒന്ന് അങ്ങോട്ട് നീങ്ങിയതാണ് ചെറിയൊരു ആവശ്യം നിർവഹിക്കാൻ വേണ്ടി. അപ്പോഴേക്കൊരു സൗണ്ട് അങ്ങോട്ട് കേട്ടു. തിരിച്ചു വരുമ്പോ നബിതങ്ങളെ കാണാനില്ല. ഹലീമ ബീവി ആകെ പേടിച്ചില്ല. അബ്ദുൽ മുത്തലിബിനോട് എന്ത് പറയും? എന്താണ് ഇപ്പൊ അബ്ദുൽ മുത്തലിബിന്റെ മുന്നിൽ പോയിട്ട് പറയാം? വല്ലാത്ത പേടിയാ പിടിച്ചത്. ഉറക്കെ വാവിട്ട് കരഞ്ഞു ഹലീമ ബീവി റളിയല്ലാഹു അൻഹ. അപ്പൊ ഒരു വയോവൃദ്ധൻ നടന്നു വരുന്നുണ്ട്. അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ സങ്കടമുണ്ട്, എന്റെ മകൻ അൽ അമീനെ കാണുന്നില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നില്ല, ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നാണ് എന്റെ വീട്ടിൽ നിന്ന്, ഇവിടെ വെച്ച് ഇപ്പൊ ഒരു മിനിറ്റ് മുമ്പ് കാണാതായി. ഹലീമ ബീവിന്റെ സങ്കടപ്പാട് കണ്ടപ്പോ ആ വൃദ്ധം പറഞ്ഞു, പരിഹാരം ഉണ്ടാക്കാം. വലിയ ദൈവത്തോട് ഞാനൊന്ന് ചോദിച്ചോക്കട്ടെ. അന്നുള്ള ദൈവങ്ങളിൽ വലിയ ദൈവം ഹുബുലാണ്. ഹുബുലിനോട് ഞാൻ ചോദിച്ച ഹുബുല് പറഞ്ഞുതരും എവിടെയുള്ളത്, ലക്ഷ്മിക്കണ്ടാന്ന്. അങ്ങനെ വൃദ്ധൻ പോയി, വയസ്സൻ പോയിട്ട് അങ്ങനെ ഹുബുലിനോട് പറഞ്ഞു, ഇങ്ങനെ വിഷയമുണ്ട് എന്ന് പറഞ്ഞ് കുട്ടിയെ കാണുന്നില്ല, അതുകൊണ്ട് ആ പെണ്ണ് വലിയ ബേജാറിലാണ്, ഹലീമ ബീവി ഭയങ്കര വിഷമത്തിലാണ്, നീ അത് സമാധാനം പറഞ്ഞു തരണം, എവിടെയുള്ളത്. അപ്പൊ ഹുബുലിന്റെ പ്രതികരണം എന്താ? ചോദിക്കരുത്, ആ വിഷയം ചോദിക്കരുത്, മറുപടി പറയാൻ കഴിയൂല. ആ കുട്ടിയെ കൊണ്ടാണ് ഞങ്ങളുടെ എല്ലാവരുടെയും നാശം ഇവിടെ നടക്കാൻ പോകുന്നത്.
എവിടെ ഉണ്ടെന്ന് അറിയില്ല എന്ന് ശബ്ദിച്ചപ്പോ വൃദ്ധനാകെ പേടിച്ചു. വൃദ്ധൻ പേടിച്ചു. വൃദ്ധൻ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, കുട്ടി എവിടേക്കും പോയിട്ടുണ്ടാവില്ല, കുട്ടി ഉണ്ടാകും. പക്ഷെ ആ കുട്ടി ഭയങ്കര മഹത്തുള്ള കുട്ടിയാണ്. ഹുബുലിന് പോലും ആ കുട്ടിയെ പേടിയാണ്. എവിടെ ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഴിവ് ഹുബുലിനുണ്ടോ? ഇല്ല. ഹുബുലിലൂടെ വൃദ്ധൻ അള്ളാഹുത്താല കേൾപ്പിച്ചത് ഹുബുലിന്റെ കഴിവുകേടാണ് അള്ളാഹുത്താല കേൾപ്പിച്ചത്. എവിടെ ഉണ്ട് എന്ന് പറഞ്ഞുതരാൻ കഴിയൂല. എന്നാ പിന്നെ ഇങ്ങനെ ഒരു വലിയ ദൈവമായിട്ട് നിൽക്കേണ്ട ആവശ്യമുണ്ടോ? അതിന്റെ വല്ല കാര്യമുണ്ടോ? അപ്പൊ വൃദ്ധം പറഞ്ഞു, കുട്ടി ഏതായാലും വലിയ മഹത്തുള്ള കുട്ടിയാന്നുള്ള തെളിവാണ്. കാരണം ഹുബുല് പോലും പേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടിയെ തെരഞ്ഞെടുക്കും, കുട്ടിയെ കിട്ടി. വലിയ ആളോടാ ചോദിച്ചത്. ഇപ്പൊ ചെറിയ ആൾക്കാരോടൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ വലിയ ആൾക്ക് തന്നെ തീരുമാനം കിട്ടില്ല, പിന്നെ ചെറിയ ആൾക്കാർക്ക് എങ്ങനെ കിട്ടുക? അല്ലാഹു സുബ്ഹാനഹു വ തആല ആലിമുൽ ഗൈബി വശഹാദ. അബ്ദുൽ മുത്തലിബും കൂട്ടരും തെരഞ്ഞു വന്നപ്പോൾ അബ്ദുൽ മുത്തലിബ് മത്താഫിൽ വന്ന് തവാഫ് ചെയ്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, റബ്ബേ എന്റെ കുട്ടിയെ നീ എനിക്ക് തിരിച്ചു തരണം, എവിടെയാണുള്ളത് മടക്കി തരണം. അപ്പൊ ഒരു അശരീരി കേട്ടു. ആ അശരീരിയിൽ നിന്ന് അബ്ദുൽ മുത്തലിബിന് കിട്ടിയ മെസ്സേജ്, നിങ്ങളെ കുട്ടി എങ്ങും പോയിട്ടില്ല, അവിടെ തിഹാമയുടെ ഭാഗത്ത്, തിഹാമയിലേക്ക് പോകുന്ന യമനിലേക്ക് പോകുന്ന ഭാഗത്ത് ഒരു മരത്തിന്റെ കൊമ്പ് പിടിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അങ്ങോട്ട് ചെന്നാൽ കാണാം. അബ്ദുൽ മുത്തലിബും വറഖത്ത് ബിൻ നൗഫലും ആളുകളൊക്കെ കൂടി പോയി നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ട്. നിങ്ങളൊരു പേടിയിലും പെട്ടിട്ടില്ല. അവിടെ ഇങ്ങനെ മരത്തിന്റെ ഒരു കൊമ്പും പിടിച്ചെങ്ങനെ ഒരു മരത്തിന്റെ കൊമ്പിൽ ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. തങ്ങളിങ്ങനെ ആ കൊമ്പ് കൈയോണ്ട് ഇങ്ങനെ പിടിച്ചു വലിച്ചതോടെ ഇങ്ങനെ കളിച്ചുകൊണ്ട് അബ്ദുൽ മുത്തലിബ് കുട്ടിയെ വിളിച്ച് നേരെ കൊണ്ടുപോകും. ഈ കൊണ്ടുവന്നതിന് ശേഷമാണ് ഹലീമ ബീവി റളിയല്ലാഹു അൻഹ നേരത്തെ കഴിഞ്ഞ സംഭവങ്ങളൊക്കെ പോയി ആമിന ബീവി റളിയല്ലാഹു അൻഹയോട് പറയുമ്പോ, ഞാൻ ഈ കുട്ടിയുടെ മേൽ പേടിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ആമിന ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഈ കുട്ടിയുടെ മേൽ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഈ കുട്ടിയുടെ മേൽ നിങ്ങൾ പേടിക്കുന്നത് പിശാചിന്റെ ബാധയാണെങ്കിൽ വല്ലാഹി മാലി ശൈത്വാനി അലൈഹിം സബീൽ. ആമിന ബീവി അന്ന് പറഞ്ഞു, പിശാചിന് ഈ കുട്ടിയുടെ മേൽ ഒരു പഴുതുമില്ല. ശൈത്താന് ഈ കുട്ടിയെ എന്തെങ്കിലും സ്വാധീനിക്കാനോ പേപ്പിക്കാനോ എന്തെങ്കിലും ചെയ്യാനോ ഒരു കഴിവുമില്ല. നിങ്ങൾ കണ്ട് പേടിച്ചത് അതല്ലേ, അങ്ങനെ ഒരു വിഷയം വരില്ല. അത് ഈ കുട്ടിക്ക് അല്ലാഹു തആല, എന്റെ മോൻ അല്ലാഹു തആല കൊടുക്കുന്ന വലിയൊരു മഹത്വമുണ്ട്. ആ മഹത്വത്തിലേക്കുള്ള സൂചനകളാണ് നിങ്ങളൊക്കെ കണ്ടത്, അതിലപ്പുറമൊന്നുമില്ല എന്ന് പറഞ്ഞു വിട്ടു. ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹു തആലാന്റെ വലിയ കഴിവ്, എല്ലാ രഹസ്യങ്ങളും അറിയാനുള്ള കഴിവ്. ആലിമുൽ ഗൈബി വശഹാദ, രഹസ്യവും പരസ്യവും. അങ്ങനെയാണ് ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു തഫ്സീർ. ആലിമുൽ ഗൈബ്, എല്ലാ സ്വകാര്യങ്ങളും എല്ലാ രഹസ്യങ്ങളും അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. വശഹാദ, എല്ലാ പരസ്യവും അറിയുന്നവൻ അല്ലാഹുവാണ്. ദൃശ്യാദൃശ്യം അറിയുന്നവൻ എന്നത് റബ്ബു തആലയുടെ വലിയ ഒരു സിഫത്താണ്, ചെറുതല്ല. അപ്പൊ ലോകത്തിന്റെ അവസാനം, ലോകത്തിന്റെ എല്ലാ വിഷയങ്ങളും എല്ലാ അർത്ഥത്തിലും അറിയുന്നവൻ അല്ലാഹു തആലയാണ്. രണ്ടെണ്ണാണല്ലോ മൊത്തത്തിലുള്ളത് മനുഷ്യന്റെ ജീവിതത്തിലും, ഒന്ന് പരസ്യവും മറ്റൊന്ന് രഹസ്യവും, ഒന്ന് സ്വകാര്യവും മറ്റൊന്ന് പരസ്യമായ കാര്യം. ഈ രണ്ട് കാര്യങ്ങളും അറിയുന്നവൻ അല്ലാഹു തആലയാണ്. കറക്റ്റായിട്ട് വേറെ ആരും അത് അറിയുന്നവനില്ല. അത് അല്ലാഹു തആല, അവനല്ലാതെ ഇലാഹില്ല എന്നതിന് ഏറ്റവും വലിയ ഒരു തെളിവാണ് അല്ലാഹുവിന്റെ ഇൽമ്. ആലിമുൽ ഗൈബി വശഹാദ, റബ്ബു തആല ഗൈബും ഷഹാദത്തും അറിയുന്നവനാണ്. എല്ലാ വിഷയങ്ങളും എല്ലാ വിവരങ്ങളും അല്ലാഹു തആലയിൽ മാത്രമാണ്, വേറെ ആർക്കുമില്ല. അപ്പോ അത് വലിയൊരു തെളിവാണ്. ലോകത്ത് മഅബൂദ് ആര് മാത്രമേ ഉള്ളൂ? അല്ലാഹു മാത്രമേ ഉള്ളൂ. ആരാധ്യൻ യഥാർത്ഥത്തിൽ അല്ലാഹു തആല മാത്രമേ ഉള്ളൂ. ഒരു ആരാധ്യൻ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ യോഗ്യത എന്താ? ഇൽമാണ്. ആ ഇൽമ് ഏറ്റവും പവർഫുള്ളായ നിലക്കുള്ളത് അല്ലാഹുവിനാണ്. അതാണ് ആലിമുൽ ഗൈബി വശഹാദ, റബ്ബു തആല. വേറുള്ളവർ എന്നാ പറയട്ടെ, ലോകത്തിന്റെ കാര്യങ്ങൾ നിർവചിക്കട്ടെ, അവർ പറഞ്ഞിരട്ടെ എവിടെ വിഷയങ്ങളുള്ളത്, കാര്യങ്ങളുള്ളത്.
അറിയാൻ കഴിയും. അതുകൊണ്ടാണ് പഴയ കാലത്തുള്ള അറബികളൊക്കെ കച്ചവടത്തിനും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോ അവർക്ക് കുറെ ദൈവങ്ങളുണ്ട്. അതിൽ പല ദൈവങ്ങളെയും അവർ മുന്നോട്ട് വെച്ച് കാര്യങ്ങളൊക്കെ പറയും. എന്നിട്ട് അവർ കുറച്ച് വടികളെടുക്കും. ആ വടികളെടുത്തിട്ട് അതില് ശരിയും തെറ്റും എഴുതും. പോകണം എന്നുള്ളത് ശരിയായി അടയാളം വീണ് കിട്ടിയാൽ പോകും, ശരിയല്ലാതെ വീണ് കിട്ടിയാൽ പോകൂല. പക്ഷേ ശരിയല്ലാതെ വീണ് കിട്ടിയിട്ടും പോയി സുറാഖത്ത് ബിൻ മാലിക്. അയാൾ 3 പ്രാവശ്യം ഇങ്ങനെ വടികളൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇട്ടപ്പോ മുന്നിലേക്ക് വെളിവായത് പോകണ്ട, പോക്ക് അപകടമാണ്. എന്നിട്ടും പോയി. എന്ത് കരുതിയിട്ട്? 100 ഒട്ടകം കിട്ടുമെന്ന് കരുതിയിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലക്ക് ഇനാമ് പ്രഖ്യാപിച്ചാണ്. അങ്ങനെ പോയ സുറാഖത്തിന് ഒട്ടകം കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ പോയി. അടുത്തെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കാണുന്നതിന്റെ അടുത്തെത്തിയപ്പോ സുറാഖത്തിന് പിടികൂടാൻ കഴിഞ്ഞു. നബി തങ്ങളെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സുറാഖത്ത് എന്താകും എന്നത് അള്ളാഹുവിന്റെ തീരുമാനമല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുറാഖത്തിനെ ഇങ്ങനെ നോക്കി, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സുറാഖതാ വരുന്നത്, സുറാഖിനെ പ്രശ്നമാക്കണ്ട, സുറാഖിനെ അല്ലാഹു തആല വേണ്ട രൂപത്തിൽ കൈകാര്യം ചെയ്തു. ഒന്നാമത്തെ ഘട്ടത്തിൽ സുറാഖയുടെ വാഹനം മുന്നോട്ട് ചലിക്കാതെ നിന്നു. നബി തങ്ങളോട് സഹായം ചോദിച്ചു. സുറാഖക്ക് അറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടിക്കാൻ പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. രണ്ടാമത് ആ വാഹനത്തിന്റെ കാൽപാദം താഴോട്ട് കുറച്ച് ഇറങ്ങാൻ തുടങ്ങി, മുന്നോട്ട് പോകാൻ കഴിയാതെ. പിന്നെയും ആ കാൽപാദം ശരിയായ രൂപത്തിലാക്കി പിന്നെയും കുതിക്കാൻ നോക്കുന്ന സമയത്ത് ആ കാല് മൊത്തം താഴോട്ട് പോകുന്ന ഒരു പരിസ്ഥിതി വന്നപ്പോ സുറാഖ പറഞ്ഞു, ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ പിന്തുടരൂല, ഞാൻ മടങ്ങിപ്പോകാണ്, രക്ഷപ്പെടുത്തണം. സുറാഖയെ രക്ഷപ്പെടുത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുറാഖ നീ ഒന്നും ചെയ്യേണ്ടതില്ല, എനിക്ക് എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട, കൊട്ട കിട്ടാനല്ലേ പോകുന്നത്, എന്നാ വരുന്ന ആൾക്കാരൊക്കെ നീ തിരിച്ചു വിട്ടു, ഞാൻ തിരിച്ചു വിട്ടു. അന്ന് സുറാഖത്തിനോടൊരു കാര്യം പറഞ്ഞപ്പോ സുറാഖ അത്ഭുതപ്പെട്ടു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇൽമ് എത്രമാത്രം വലിയ ഇൽമാണ്. കാലങ്ങൾക്ക് ശേഷം പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് നടക്കുന്ന ഒരു സംഭവമാണെന്ന് സുറാഖിനോട് പറഞ്ഞു. സുറാഖ, ഒരു കാലം കഴിഞ്ഞ് കിസ്റ രാജാവിന്റെ വള നിന്റെ കയ്യിൽ അണിയിക്കപ്പെടുന്ന ഒരു കാലം വന്നാൽ എങ്ങനെ ഉണ്ടാവും? സുറാഖത്ത് ബിൻ മാലിക് ചിന്തിക്കാണ്, കിസ്റ രാജാവിന്റെ വള എന്റെ കയ്യിൽ അണിയിക്കപ്പെടുക, എന്താണ് ഈ പറയുന്നത്? ഞാൻ ഇവിടെ മക്കയിലാണെങ്കിൽ എനിക്ക് ഭരണത്തിന്റെ നേതൃത്വം ഒന്നുമില്ല, എന്റെ കയ്യില് കിസ്റ രാജാവിന്റെ വള അണിയിക്കപ്പെടും. എത്ര കാലം കഴിഞ്ഞിട്ടാണ് ഈ സംഭവം നടക്കുന്നത് നോക്ക് നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമുൽ ഗൈബ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ് കിസ്റ ഇസ്ലാമിന്റെ കീഴിൽ വരുന്നത്. അന്ന് ആ കിസ്റ കോട്ട കീഴടക്കിയ ശേഷം രാജാവിന്റെ വള എടുത്തപ്പോ സുറാഖത്ത് ബിൻ മാലിക് എവിടെയെന്ന് റളിയല്ലാഹുവിന്റെ ചോദ്യം. സുറാഖത്തിനെ വിളിച്ച് കയ്യിൽ വള അണിയിച്ചപ്പോ സുറാഖത്ത് ബിൻ മാലിക്കിന്റെ ഒരു അനുഭവം, എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തെ പറ്റി പറഞ്ഞു. ആ സുറാഖത്ത് വരുന്ന വിവരവും ബാക്കിയുള്ള ആളുകൾ വരുന്ന വിവരങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്കറിയാം. ആര് വരും, എവിടെ വരും, എന്തെല്ലാം ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ. അല്ലാഹു തആലാന്റെ ഇൽമിനെ കവർച്ച വെക്കാൻ ലോകത്താർക്കാ ഇൽമുള്ളത്? മക്കക്കാര് മൊത്തം തെരഞ്ഞില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? 3 ദിവസം മക്കത്ത് തെരയാത്ത സ്ഥലമുണ്ടോ? ജബലുന്നൂറിന് മുകളിലും എല്ലാ മലമുകളിലും അവർ തെരഞ്ഞു. ഗാർ സൗറിൽ അവരെത്തി. താഴെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയെ, മുകളിൽ നിൽക്കുന്ന ആൾക്കാരുടെ കാൽപാദങ്ങൾ താഴെ കാണുകയാണ്, അത്രയും അടുത്താണ് അവരുള്ളത്.
അല്ലാഹു തആലയുടെ ഇൽമു നോക്കണം, എത്ര അടുത്താ അവരുള്ളത്. ലൗ നളറ അഹദുഹും തഹത ഖദമൈഹി ലഅബ്സറനാ. നബിയെ, അവരാരെങ്കിലും കാലിന്റെ ചോട്ടേക്ക് നോക്കിയാൽ നമ്മളെ കാണൂലേ? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, സിദ്ദീഖേ, മാ ലന്നുക ബിസിനൈനില്ലാഹു സാലിസുഹുമാ. എന്താ നിങ്ങളെ വിചാരം? നമ്മുടെ കൂടെ ആരാ ഉള്ളത്? നമുക്ക് കാവൽ, നമുക്ക് സംരക്ഷണം, നമ്മളിവിടെ പാർപ്പിച്ചതൊക്കെ അല്ലാഹു അല്ലേ? അല്ലാഹുവിന്റെ കാവലില്ലേ? ഒന്നും നടക്കൂല, ഒരു വിഷയങ്ങളും നടക്കൂല. അതേ ഉമയ്യത്തിനെ കൊണ്ടാണ് അല്ലാഹു തആല പറയിപ്പിച്ചത്. ബാക്കിയുള്ള ആൾക്കാർ ഗുഹയുടെ ഉള്ളിലേക്ക് ഇറങ്ങാം എന്ന് പലരും അഭിപ്രായപ്പെട്ടപ്പോൾ ഉമയ്യത്ത് പറഞ്ഞു, നമുക്ക് വല്ല കഥയുണ്ട് നോക്കാണെങ്കിൽ എന്ന് കിട്ടിയതാണ് ഈ ചിലന്തിവലൊക്കെ എത്ര പാക്കേണ്ടത്. ഇതിന്റെ ഉള്ളിലേക്ക് ആളുകൾ കിടക്കുകയാണെങ്കിൽ ഈ വല ഉണ്ടാവും. പഴക്കം തോന്നിക്കുന്ന രീതിയിലാണ് ചിലന്തി വലയുള്ളത്. കാവല് കൊടുക്കുന്ന ചെറിയ വല കൊണ്ടാണ്. ഏറ്റവും ദുർബലമായ വീടല്ലേ ചിലന്തിയുടെ വീട്? ഖുർആൻ പറഞ്ഞില്ലേ, വൈന്ന ഔഹനൽ ബുയൂതില ബൈത്തുൽ അൻകബൂത്ത്. ഏറ്റവും ദീർഘായുസ് പറഞ്ഞ ദുർബലമായ വീട് ചിലന്തിയുടെ വീടാണ്. അത് രാത്രിയൊക്കെ പണിപ്പിച്ചാൽ രാവിലെ ആൾക്കാർ പൊളിഞ്ഞില്ലേ? ഒരു കാറ്റടിച്ച് വീശാൽ ഒരു ഇല വീണാ തകർന്നില്ലേ? ഒരു പല്ല് വീണാ പോയില്ലേ ചിലന്തിയുടെ വീട്? ഒരു കട്ടിയുള്ള ഈച്ച വീണാൽ. ആ ചിലന്തി വല എത്ര കാലമായി ഇതിന്റെ ഉള്ളിലേക്ക് ആള് കിടന്നാൽ പിന്നെ വല ഉണ്ടാവുമോ എന്നാ ചോദിച്ചത്. അപ്പൊ അല്ലാഹു തആലാന്റെ ആ ഗൈബിന്റെ വിവരം എവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 3 ദിവസം തെരഞ്ഞ് തപ്പി നോക്കിയിട്ടും ഇവർ കിട്ടിയോ? എത്ര ഉത്സാഹത്തിൽ അവർ തെരഞ്ഞത്. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീട്ടിൽ പോയി ചോദ്യം ചെയ്തു. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കുടുംബക്കാർ പറഞ്ഞു, ഒരു പോയി. എവിടേക്കെന്ന് പറഞ്ഞു, പോയി. നിങ്ങൾ പറഞ്ഞില്ല എവിടുക്കാന്നില്ല, രണ്ടാളും രണ്ടോട്ടപ്പുറത്ത് പോയി. എവിടുക്കാന്ന് പറഞ്ഞു, രണ്ടാളും പോയിട്ടുണ്ട്. അതവര് പറഞ്ഞു, മക്കളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ എവിടെയില്ല. വീടുകളൊക്കെ അവർ പരിശോധിച്ചു. പക്ഷേ അല്ലാഹു തആലാന്റെ ഇൽമിനെ കവർ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞോ? കഴിയൂല, ലോകത്താർക്കും കഴിയൂല. ഇപ്പൊ പിടികൂടുന്നായിരുന്നില്ലേ ഫിർഔന്റെയും കൂട്ടരുടെ ശ്രമം? മൂസാ നബിയെയും ഖൗമിനെ ഇപ്പൊ പിടികൂടും. എത്ര അടുത്ത് വെച്ചാണ് മൂസാ നബിന്റെ ആൾക്കാർ പറഞ്ഞത്, നമ്മളതാട്ടോ ഇന്നാലെ മുദ്രക്കൂ, നമ്മളെ പിടികൂടാൻ പോവുകയാണ്. മൂസാ നബിയെ നമ്മളെ പിടികൂടാൻ പോവുകയാണ്. മൂസാ നബി അലൈഹി സ്വലാം എന്താ പറഞ്ഞത്? കല്ലാ ഇന്ന മഅയ റബ്ബീ സയഹ്ദീൻ. നിങ്ങൾക്ക് ആ കാണുന്ന വിവരമല്ലേ ഉള്ളൂ, അതിന് മേലെ വിവരമുള്ള ഒരാളുണ്ട്, റബ്ബ് തആല. റബ്ബ് കാണിച്ചൊരു മാർഗം, ഒന്നും പേടിക്കണ്ട. ഫലമ്മാ തറാഅൽ ജമാനി, രണ്ട് സംഘവും പരസ്പരം കാണുമ്പോഴാണ് മൂസാ നബിന്റെ അനുയായികൾ പിടികൂടുന്നുള്ള വർത്തമാനം പറഞ്ഞത്. എത്ര അടുത്തെത്തിയിട്ടാണ് മൂസാ നബി അലൈഹി സ്വലാം വടി കൊണ്ട് ചെങ്കടലിൽ അടിച്ചത്. ആ അടിച്ച അടി, ഒരൊറ്റ അടി കൊണ്ട് 12 പിളർപ്പ് പിളർന്ന് അതിലൂടെ സുഗമമായ വഴി അല്ലാഹു തആല തുറന്നു കൊടുത്തു. ഒരു പ്രശ്നമില്ലാത്ത രൂപത്തിൽ അവർ രക്ഷപ്പെട്ട് അക്കരെ എത്തിയപ്പോൾ കൂടാതെ നിൽക്കുന്ന ആ വടിയിലേക്ക് പ്രവേശിച്ച് അവരെ പിടികൂടാമ എന്നായിരുന്നു ബാക്കിയുള്ളവരുടെ ധാരണ. അതല്ലേ അവർക്ക് അറിയുള്ളൂ. അതിന്റെ അപ്പുറം ഒരു അറിവ് അല്ലാഹു തആലക്കുണ്ട്. അതെന്താ? അവരൊക്കെ അങ്ങോട്ട് ഇറങ്ങി നടുവിലെത്തട്ടെ, എന്നിട്ട് വേണം മൂടാൻ. ആ സമുദ്രത്തിൽ നിന്ന് എന്തെല്ലാം ഓല മൂടാനുണ്ടോ അതൊക്കെ മൂടി. വെള്ളം മാത്രല്ല, മണ്ണും ചളിയും ചേറും കല്ലും ഒക്കെ മൂടി, എല്ലാം കൂടി മൂടി. അപ്പൊ അല്ലാഹു തആലാന്റെ ഇൽമ് ഏറ്റവും വലിയൊരു ഇൽമാണ്. അത് സൃഷ്ടികൾക്ക് അളക്കാൻ കഴിയൂല. ആളുകൾ വിചാരിച്ചതുപോലെയല്ല. ആലിമുൽ ഗൈബി വശഹാദ, റബ്ബ് തആല ഗൈബും ഷഹാദത്തും രണ്ടും അറിയുന്നവനാണ്. സംഭവിക്കാത്ത കാര്യങ്ങൾ, സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ, നടക്കൂല, നമ്മളൊരു കാര്യത്തെ പറ്റി നടക്കൂല നിശ്ചയിക്കണമെങ്കിൽ അതിന് എത്രമാത്രം ഇൽമു വേണം. അതാണല്ലോ ഔലിയാക്കളെ ഇൽമിന് എത്ര വലിയ മഹത്തുള്ളത്. ഔലിയാക്കൾക്ക് എത്ര വലിയ മഹത്താണ്. അവരൊരു സംഗതി നടക്കൂല എന്ന് പറഞ്ഞാൽ നടക്കൂല. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ അടുത്ത് അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പെങ്ങളെ ഒരു വിഷയത്തിൽ പ്രതിയായി കൊണ്ടുവരപ്പെട്ടു. അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു. അപ്പൊ എന്താ കേസ്? അടിപിടി കേസാണ്.
അപ്പുറത്ത് അടി കിട്ടിയാളെ പല്ല് പൊട്ടിപ്പോയിട്ടുണ്ട്. പല്ലിന് പകരം പല്ലാണല്ലോ ഖിസാസ്. വസിന്നു ബിസിന്നി എന്നല്ലേ. ഇപ്പുറത്ത് എന്ത് പൊട്ടിക്കണം? പല്ല് പൊട്ടിക്കണം. പല്ല് പൊട്ടിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ അനസ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കൂലാന്ന്, പല്ല് പൊട്ടിക്കപ്പെടൂലാന്ന്. പൊട്ടിക്കണം എന്നുള്ള ഖിസാസ് അല്ലേ? പൊട്ടിക്കപ്പെടൂലാന്ന് ഇപ്പുറത്ത് പറഞ്ഞപ്പോഴേക്കും മറ്റേ കൂട്ടര് പല്ല് പൊട്ടിക്കാൻ അവകാശമായിട്ട് വന്ന കൂട്ടര് പറഞ്ഞു പല്ല് പൊട്ടിക്കണ്ട, ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്തെന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു റുബ്ബ അശഗസ അഗ്ബറ അഗ്ബറ മദ്ഫൂഇൻ ബിൽ അബ്വാബി ലൗ അഖ്സമ അലല്ലാഹി ലാ ബറ. ഈ അനസ് ബിൻ നദർ അല്ലാഹുവിന്റെ ഔലിയാക്കൾപ്പെട്ട ആളാണ്. അതുകൊണ്ടാണ് പല്ല് പൊട്ടിക്കപ്പെടൂലെന്ന് സത്യം ചെയ്ത് പറഞ്ഞപ്പോ അത് അങ്ങനെ സ്ഥിരപ്പെടുത്തി അല്ലാഹു തആല. മറ്റോലെ ഖൽബിൽ അല്ലാഹു തോന്നിപ്പിച്ചു വേണ്ട അഫു ചെയ്യാം. അപ്പൊ ഈ പറഞ്ഞ വാക്ക് അങ്ങനെയല്ലേ ചില വാക്ക് പറയും, രോഗം വേണ്ട, രോഗമുണ്ടോ? CM വലിയുള്ളാഹി പറയില്ല, രോഗം വേണ്ട നിനക്ക് അങ്ങനെ വേണ്ട. മുൻപ് ഉസ്താദ് എപ്പോഴും പറയില്ലേ, കുട്ടികളില്ലാത്തതുകൊണ്ട് വലിയ വിഷമമുണ്ടായി. കാസർകോട്ടെ ഏതൊരു വൈദ്യനെ കാണാൻ പോയി. ആ കാണാൻ പോയ വിഷയത്തിൽ തൗബ ചെയ്യാൻ പറഞ്ഞു. അവരെ തവക്കുലിന്റെ ഊക്ക് അങ്ങനല്ലേ ഔലിയാക്കള്. അവർക്ക് വേറെ സബീലൊന്നും ഇല്ലല്ലോ, അള്ളാഹുവിലുള്ള അർപ്പണ ബോധന. അതിൽ തൗബ ചെയ്യൂ. നിങ്ങൾക്ക് 2 പെൺകുട്ടികൾ, മൂന്നാമത്തെ ഉണ്ടോ? ഇല്ല. അതവരെ വാക്കിന്റെ സ്വീകാര്യത അത് വലിയൊരു തെളിവാണ്. അതല്ലേ അനസ് ബിൻ റളിയല്ലാഹു സ്വഹീഹ് ബുഖാരിന്റെ ഹദീസാണ്. അനസ് ബിൻ റളിയല്ലാഹു നബി തങ്ങളെ മുന്നിൽ വെച്ചാ പറഞ്ഞത് വല്ലാഹി ലാ തുക്സറു, പൊട്ടിക്കപ്പെടൂല, പല്ല് പൊട്ടിക്കപ്പെടൂല. അത് പറഞ്ഞ് തീരെ മറ്റേ കുട്ടികൾ പറഞ്ഞ ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തു. അപ്പൊ ഈ പറഞ്ഞ വാക്കിന് എത്ര സ്വീകാര്യത വേണം അല്ലാഹുവിന്റെ അടുക്കൽ. അതാണ് നബി തങ്ങൾ പറഞ്ഞു അഖ്സമ അലല്ലാഹ്, ഇത്തരം ആൾക്കാർ അള്ളാഹിനോട് കാര്യം ഇങ്ങനെ വേണമെന്ന് ഉറപ്പിച്ചു പറഞ്ഞാൽ അബറഹു, അത് അങ്ങനെ നടപ്പിലാക്കി കൊടുക്കും അല്ലാഹു തആല. അപ്പുറപ്പുറമൊന്നുമില്ല, അല്ലാഹു തആല അങ്ങനെ നടപ്പിലാക്കി കൊടുക്കും. ഇങ്ങനെ വേണമെന്ന് അവർ പറഞ്ഞാൽ, കാരണം അവർക്ക് അല്ലാഹു തആലയുമായി വലിയ അടുപ്പമുണ്ട്, ഇൽമ എന്ന നിലക്ക് അടുപ്പമുണ്ട്. അവർക്കും ഇൽമുൽ ഗൈബിന്റെ കഴിവ് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടല്ലേ അങ്ങനെ നടക്കുന്നത്. ഒരു വിഷയങ്ങളല്ല, അങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഇൽമ എത്രമാത്രം വലിയ ഇൽമാണ്. അല്ലാഹു തആലാന്റെയും വലിയ വിശേഷണം, മഅബൂദാകാനുള്ള വലിയ വിശേഷണം ലോകത്ത് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉണ്ടാകേണ്ട ഒരു വിഷയം ഏതാണ്? ഇൽമു കൊണ്ടാണ്. അല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം, എല്ലാ വിഷയങ്ങളും അറിയുന്നവനാണ് അല്ലാഹു തആല. മറ്റൊന്ന്, അല്ലാഹുവിനെ പോലെ വിശാലമായ റഹ്മത്ത് ചെയ്യാൻ കഴിയുന്ന ഒരു മഅബൂദ് ലോകത്താര. മറ്റുള്ളവരെ മഅബൂദുകളൊന്നും ഇവിടെ വേറെ ആരും ജീവിക്കണ്ടെന്നല്ലേ പറഞ്ഞു. മറ്റുള്ള ദൈവങ്ങളൊക്കെ പറഞ്ഞ ഇവിടെ മറ്റൊന്നും ജീവിക്കണ്ട, ഇവിടെ നമ്മള് മാത്രം മതി. അല്ലാഹു തആല അങ്ങനെയല്ല. ഹുവർ റഹ്മാനുർ റഹീം, എല്ലാവരും വേണമെന്ന് അല്ലാഹു പറഞ്ഞു. ഹുവർ റഹ്മാനുർ റഹീം, അല്ലാഹു റഹ്മാനാണ്. എന്താണ് റഹ്മാൻ എന്ന് പറഞ്ഞാൽ? ഈ ഭൗതിക ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ വിശ്വസിച്ചവർക്കും വിശ്വസിക്കാത്തവർക്കും അനുസരിച്ചവർക്കും അനുസരിക്കാത്തവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം ചെയ്യുന്നവനാണ്. മുഅ്മിനീങ്ങൾക്ക് മാത്രമല്ല അല്ലാത്തവർക്കും വലിയ ഗുണമാണ്, വലിയ റഹ്മത്താണ് അല്ലാഹു തആല ചെയ്യുന്നത്. ആ റഹ്മത്തിന് തുല്യതയില്ല. അല്ലാഹുവിന്റെ ദാത്തിനോട് യോജിച്ച വലിയ റഹ്മത്ത് എത്രമാത്രം വലിയ റഹ്മത്താണ്, എത്രമാത്രം വലിയ കാരുണ്യമാണ്. അല്ലാഹു തആല ചെയ്യുന്ന ആ കാരുണ്യം കൊണ്ടാണ് ഇവിടെ ഒരു ദിവസം പോലും അള്ളാഹുവിന് ആരാധന നൽകാത്ത ആൾക്കും അള്ളാഹു നല്ല ദീർഘായുസ് നൽകുന്നു, ആഫിയത്ത് നൽകുന്നു, ഒരു രോഗവും വരാതെ അയാൾക്ക് സംരക്ഷണം കൊടുക്കുന്നു. അത് അല്ലാഹ് റഹ്മാനായതുകൊണ്ടാണ്. ഈ മനുഷ്യന്റെ എന്തെങ്കിലും കഴിവുകൊണ്ടാണ് എന്ന് ധരിക്കരുത്. അല്ലാഹ് റഹ്മാനായി എന്ന് നോക്കണം. പിന്നെന്തിനാ അള്ളാഹു അങ്ങനെ കൊടുക്കുന്നത്? അത് ആ മനുഷ്യനെ ചിന്തിച്ച് മനസ്സിലായിക്കോട്ടെ എന്ന് എഴുതിയിട്ടുണ്ട്. ഒറ്റയടിക്ക് അല്ലാഹു തആലക്ക് അള്ളാഹിനെ വിശ്വസിക്കാത്ത ദുൽമ ചെയ്യുന്ന ആൾക്കാരൊക്കെ നശിപ്പിക്കാൻ കഴിവില്ലാഞ്ഞിട്ട് അക്രമം ചെയ്യുന്ന രാജാക്കന്മാരെ അല്ലാഹു തആല ഒറ്റയടിക്ക് നശിപ്പിച്ചോ? അള്ളാഹിന്റെ റഹ്മത്താണ്. നിങ്ങൾ നോക്കി ഫിർഔനും കൂട്ടർക്കും അല്ലാഹു തആല എത്ര ദൃഷ്ടാന്തങ്ങളാ കൊടുത്തത്.
ഖുർആൻ എടുത്തു പറഞ്ഞതിനുണ്ട് 9 ആയാത്തിൻ ബയ്യിനാത്തിൻ, 9 ദൃഷ്ടാന്തങ്ങൾ, 9 എണ്ണം. അതിലൊന്നാണ് വരൾച്ച. അത് ചെറിയ ദൃഷ്ടാന്തം എന്നുള്ള വരൾച്ച വന്ന് എങ്ങനെ ഉണ്ടാവും? വരൾച്ച അങ്ങോട്ട് പിടിവിട്ടിട്ട് ആകെ കുടുങ്ങിയില്ലേ. കായ്കനികളൊക്കെ വളരുന്നില്ല, ഒക്കെ മുരടിച്ചു പോയി. ഭക്ഷിക്കാനുള്ള വസ്തുക്കൾ വേണ്ടേ? അപ്പോഴാണ് പിന്നെ അവസാനം കൈമലർത്തുന്നത്, മൂസാ നബിയെ, നിങ്ങൾ റബ്ബിനോടൊന്ന് ദ്വാരക്കണം, നിങ്ങൾ റബ്ബിനോടൊന്ന് ദ്വാരക്കണം. ബിമാ അഹിദ ഇൻദക, നിങ്ങൾ കുറെ ദ്വാരക്കാൻ കുറെ കാര്യങ്ങൾ വാക്കുകളൊക്കെ അറിയല്ലോ. നിങ്ങൾ റബ്ബായിട്ട് സീക്രട്ടായിട്ട് തന്നെ കുറെ വാചകങ്ങളൊക്കെ നിങ്ങൾ ദ്വാരക്കുക. ആര് കേട്ടിട്ടില്ല, അങ്ങനെ ചരിത്രം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കേട്ടിട്ടില്ല. അതൊരു ഫിറ്റാ ചരിത്രമാണ്, പരിശോധിക്കണം. അങ്ങനെ സഹായം തേടിക്കൂടായില്ല. ഇബ്ലീസിന്റെ സഹായം എന്ന് പറഞ്ഞാല് ഫിറൗനും കൂട്ടരും തേടുന്നത് തന്നെയാണ്. ശൈത്താന്മാരെ സഹായം തേടാനല്ലേ സെപ്പറേറ്റ് ആയിട്ട് രാജാവിന്റെ കീഴിൽ ശമ്പളം പറ്റുന്ന ജ്യോത്സ്യന്മാരെന്നെ അവിടെ ഉള്ളത്. കൊട്ടാരത്തിൽ അവർക്ക് പണി കാര്യമായിട്ട് എന്താ? ജ്യോതിശാസ്ത്ര വിദ്യ നോക്കിയിട്ട് അത് ഗുണിച്ചിട്ടും അത് ഹരിച്ചിട്ടും അത് മണത്തിട്ടും അവർക്ക് വഴിപാട് നടത്തിക്കൊടുക്കുന്ന ശൈത്താന്മാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും. അതിന് മാസപ്പടി ശമ്പളം കിട്ടുന്ന ആൾക്കാരവിടെ ജ്യോത്സ്യന്മാർ, നല്ല അഗ്രഗണ്യന്മാരായ ആൾക്കാർ. അതിലേതെങ്കിലും ഭാഗത്ത് കഴിവുള്ളവരെ കണ്ടാൽ ഉടനെ രാജാവോട് കൊണ്ടുപിടിച്ചു അതിന് ഇവിടെ കൊടുത്തു, ഡ്യൂട്ടി ഇവിടെ, ശമ്പളമൊക്കെ ഇവിടെ. അതാ ഫിറോന്റെ സ്വഭാവം. അത് ഭരണത്തിന്റെ ഒരു മികവിന് വേണ്ടിയിട്ട് വരൾച്ച അങ്ങോട്ട് കൊടുത്ത് കുടുങ്ങി. പിന്നെ അല്ലാഹു തആല കൊടുത്തതാണ് പഴവർഗ്ഗങ്ങളുടെ ചുരുക്കം. പഴവർഗ്ഗങ്ങൾ മൊത്തം നാട്ടിൽ നിന്ന് ഇല്ലാത്ത രൂപാക്കി. ഒരു പരീക്ഷ നൽകുന്ന പഴവർഗ്ഗങ്ങൾ പാടപ്പോയാലും ആരോഗ്യം കുറഞ്ഞു പോകും. ഓരോ ടൈമിൽ കഴിക്കേണ്ട ഓരോ പഴവർഗ്ഗങ്ങളില്ലേ. ചക്കന്റെ സീസണിൽ ചക്ക കഴിക്കണം, മാങ്ങന്റെ സമയത്ത് മാങ്ങ കഴിക്കണം. ഓരോന്നിനും ഓരോ ടൈമുണ്ട്, ആ ടൈമിൽ അതൊക്കെ കഴിക്കണം. അതിനെല്ലാ ടൈമിലും എല്ലാ സമയത്തും ചക്ക ഇരുന്നുണ്ടോ? എല്ലാ സമയത്തും മാങ്ങല്ല, എല്ലാ സമയത്തും പേരക്കയില്ല. മാർക്കറ്റിലുണ്ടാവട്ടോ, അതല്ല ചോദിക്കുന്നത്, അതല്ല അവളെ വിഷയം. നമ്മളെ പറമ്പിലും നാട്ടിന്റെ സാഹചര്യത്തിലുമില്ലേ. അത് ആ ഓരോ ടൈമിലും ഓരോ കാലാവസ്ഥയിലും കഴിക്കേണ്ട സമയത്താണ് അത് വളരുന്നത്. അത് കഴിക്കുകയും അങ്ങനെ കഴിക്കുമ്പോ മനുഷ്യന് ആരോഗ്യത്തിന്റെ നിലനിൽപ്പാണ്. അങ്ങോട്ട് പറ്റ കുറഞ്ഞ എന്ത് ചെയ്യും? പിന്നെ എണ്ണി പറഞ്ഞു, അർസൽനാ അലൈഹിം തൂഫാന വൽ ജറാദ വൽ ഖുമ്മല വൽ ലഫാദിഅ വദ്ദമ. അപ്പൊ 5 2 7 തൂഫാൻ, വലിയ വലിയ പ്രളയം അല്ലാഹു തആല അയച്ചു. ആ പ്രളയത്തില് കുടിലുകളും കൃഷികളും ഒക്കെ നശിച്ചു, വലിയ വിഷമം സൃഷ്ടിച്ചു. താമസിക്കാൻ പലർക്കും ഇടമില്ലാതെയായി വന്നു. അപ്പോഴൊക്കെ ഖജനാവ് കാലിയാകാണ്. ഫിറോന്റെ ഖജനാവ് വലിയ ഇടങ്ങേറ് അനുഭവിക്കുന്നുണ്ട്. പിന്നെ അല്ലാഹു തആല കൊടുത്തതാണല്ലോ അർസൽനാ അലൈഹിം തൂഫാന വൽ ജറാദ. നല്ല കൃഷി ഇങ്ങനെ വളർന്നു റെഡിയായി, അടുത്ത ആഴ്ച കൊയ്ത് റെഡിയാക്കണമെന്ന് നിശ്ചയിക്കുമ്പോഴേ ജറാദ് വന്നു, മൊത്തം വെട്ടിപ്പോയി. വെട്ടികിളി വന്ന് വെട്ടാത്ത ഒരു കൃഷിയും ബാക്കിയില്ല. അങ്ങനെ അടുത്തൊരു ടീം വേറൊന്ന് നടും. അധ്വാനിച്ചത് പാകപ്പെട്ടെങ്കിൽ വരുമ്പോഴേ ഇവരയച്ചു അത് വെട്ടി. വെട്ടിയെന്നല്ല, ഒന്ന് കഴിക്കാൻ പോലും ഭക്ഷിക്കാൻ പോലും കൃഷിയിടത്തിൽ ബാക്കിയാക്കാത്ത വിധം വെട്ടുകിളിക്കൊണ്ട് അല്ലാഹു തആല പരീക്ഷിച്ചു. വല്ലഫാദിയ, തവളകൾ കോരുന്ന വെള്ളത്തിലും കഴിക്കുന്ന ഭക്ഷണത്തിലും ഉടുക്കുന്ന വസ്ത്രത്തിലും കിടക്കുന്ന വിരിപ്പിലും ഒക്കെ തവള കൊണ്ടാകണ്ട ഇടങ്ങേറ. ഇങ്ങനെ ഇങ്ങനെ കടന്നുകൊണ്ട് ഒന്ന് ആശ്വാസം കിട്ടുമ്പോഴേക്ക് തവള ചൊറിയാൻ തുടങ്ങി, വരാൻ തുടങ്ങി. എല്ലാം ആലോചിക്കുമ്പോഴേക്ക് ഇടങ്ങേറ് തോന്നുന്നില്ല, മറ്റൊരു അനുഭവിച്ചില്ല.
വൽ കുമ്മല, അല്ലാഹു തആല കൊടുത്ത വേറൊന്നാണ് കുമ്മൽ. കുമ്മൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ മൃഗങ്ങളെ മേത്തൊക്കെ ഉണ്ടാവുമല്ലോ, ശരീരത്തിലൊക്കെ ഉണ്ടാവുമല്ലോ, എന്താ അതിന്റെ പേര്? ഉണ്ണി എന്ന് പറയും ചില സ്ഥലത്ത്, ചിലത്ത് വേറും പേരുണ്ട്. അതന്നെ ഉണ്ണിയല്ലേ? പൊട്ടനോ വട്ടനോ? സുബ്ഹാനല്ലാഹ്. ഏതായാലും മനസ്സിലായില്ല ആ സാധനം. അതെക്കാലം ഭക്ഷണത്തിൽ വന്നത് ഉണ്ടാകുകയും കോരിയൊക്കെ ഏത് ഭക്ഷണത്തിലും കുടിക്കുന്ന വെള്ളത്തിലും ധരിക്കുന്ന വസ്ത്രത്തിലും ഒക്കെ നിറയെ കിടക്കുമ്പോഴേക്കും ഇപ്പൊ തന്നെ ആൾക്കാർ ബുദ്ധിമുട്ടാകുന്നുണ്ട്. മറ്റേ എരുമ വന്നിട്ട് ഞാൻ സാറോട് പറഞ്ഞു ഈ പേര് ശരിയായിട്ടില്ല. കാരണം എരുമാത്ര വലിയ സാധനം, ഇത് ചെറിയ സാധനത്തിന് പേര്. ഏതായാലും അത് ഇങ്ങനെ പതുക്കെ പതുക്കെ വന്നിങ്ങനെ അരച്ചാല് ഉറക്ക് പോകാൻ അത് വേണം. കുറച്ചുകൂടി നനവൊക്കെ ഉണ്ടെങ്കിൽ പൊള്ളും ചെയ്യും. രണ്ട് ചാക്കോ ഇതന്നെ. സുബ്ഹാനല്ലാഹ്. അതാർക്കും കൊടുക്കാലെന്നല്ല, ഇപ്പൊ അതിന്റെ സമയമാണ്. അതിപ്പോ നമ്മള് നല്ലോണം ശ്രദ്ധിച്ചാൽ ഇല്ലാതാക്കുകയോ ചെയ്യാം. അതിന്റെ ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ ഉണ്ടെങ്കിൽ അപ്പൊ ഈ പറയുന്ന ഈ കുമ്മല് വന്നാൽ എന്തൊരു ബുദ്ധിമുട്ടുണ്ടാകും. നല്ല കടിയും കടിക്കും ഒന്നാമത് ഈ കുമ്മല്. അതാണല്ലോ ഇങ്ങനെ തടിച്ചു നിൽക്കുന്ന ചോര കുടിച്ചിട്ട് ശരീരത്തിൽ കയറിയിട്ട് അങ്ങോട്ട് കടിച്ചാല് കൊതു കടിക്കുമ്പോലല്ല ഉണ്ടാകുക, വലിയ വിഷമം ഉണ്ടാവും. വദ്ദമ, രക്തം. ഭക്ഷണം പാചകം ചെയ്ത് മുന്നിൽ വെക്കുമ്പോ പ്ലേറ്റിൽ നിറയെ രക്തം, കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ രക്തം. അത് ആർക്ക് മാത്രം? ഫിർഔനും അവന്റെ കൂട്ടർക്ക് മാത്രം. മൂസാ നബിന്റെ അനുയായികൾക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമില്ല. എന്നിട്ട് ഇവര് പതുക്കെ ചെന്ന് മൂസാ നബി അലൈഹി സ്വലാമിന്റെ ആൾക്കാർ തിന്ന ഭക്ഷണത്തിൽ കൈയിടാം. ഓല് കൈയിടുമ്പോഴത്തേന് എന്റെ അവസ്ഥ മാറും. അവര് കുടിക്കാൻ വേണ്ടി വെള്ളമെടുക്കുമ്പോഴത്തേന് അവസ്ഥ മാറും. എന്തൊരു ദൃഷ്ടാന്താണ് അല്ലാഹു തആല കൊടുക്കുന്നത്. ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ ഘട്ടം ഘട്ടമായി കൊടുത്തു. വേറെ രണ്ടെണ്ണം, പിന്നെ ഒന്നുള്ളത് മൂസാ നബിന്റെ മുഅ്ജിസത്തായ വടിയും മറ്റൊന്ന് കൈ പ്രകാശം. 9 ഈ 9 എണ്ണവും കൊടുത്തിട്ടുണ്ടോ? നല്ല മാറ്റം. അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടാണ് അല്ലാഹു തആല ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെയൊക്കെ കൊടുത്തത്. ഒറ്റയടിക്ക് നശിപ്പിക്കാൻ കഴിയൂലേ? എത്ര വർഷങ്ങളാണ് അള്ളാഹു നീട്ടിവെച്ചത്? അത് അള്ളാഹു റഹ്മാനായതുകൊണ്ടാണ്. ആ നിലക്കാണ് അള്ളാഹു തആല ഇവിടെ പല അക്രമകാരികൾക്കും അള്ളാഹു തആല ദീർഘായുസ്സ് കൊടുക്കുന്നു. ആ ഫിർഔനെ പോലത്തെ ഒരു ഫിർഔനാണ് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ബഷാറുൽ അസദ്. സിറിയയിൽ എത്ര കുട്ടികളെയാണ് ആ മനുഷ്യൻ കൊന്നൊടുക്കിയത്. ഇപ്പൊ തീർന്നിട്ടുണ്ട് അതിന്റെ അവസ്ഥ? ഇപ്പോഴും തീർന്നിട്ടില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്താ അള്ളാഹ് സാവകാശം ചെയ്യുന്നത്? അള്ളാഹ് റഹ്മാനായതുകൊണ്ടാണ്. റഹ്മാനുർ റഹീം. ഇവിടെ എല്ലാവർക്കും അള്ളാഹു റിസ്ക് കൊടുക്കുന്ന, ഭക്ഷണം കൊടുക്കുന്ന. അള്ളാഹിന്റെ റഹ്മത്ത് ചെറിയ റഹ്മത്തൊന്നല്ല, നമ്മൾ പഠിക്കണം. ഹദീസിൽ കാണാം അള്ളാഹു റഹ്മത്തിനെ 100ആയി ഭാഗിച്ചു. അതിൽ നിന്ന് ഒരു ജുസ് മാത്രമേ ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുള്ളൂ. ആ ഒരൊറ്റ ജുസിന്റെ പേരിലാണ് ബാപ്പ മക്കളെയും മക്കള് ബാപ്പാനെയും പരിഗണിക്കുന്നത്. കാട്ടിലെ ജീവികൾ അവരുടെ മക്കളെ പരിഗണിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആനകളുടെ കൂടെ ആനക്കുട്ടി പോകുന്നത്. ഒരു ആനക്കുട്ടിയെയും ഒരു സിംഹമോ പുലിയോ പിടിക്കൂല. ആനകളുടെ നടുവിലാക്കിയിട്ടാണ് ആനക്കുട്ടിയെ കൊണ്ടുപോകുക. എത്ര സുരക്ഷിതത്വമാണ്, എത്ര സ്നേഹമാണ്. അള്ളാഹ് ഇറക്കിയ ആ ഒരു റഹ്മത്തിന്റെ കെയർ ഓഫിലാണ് ആനക്കുട്ടിയെ ആനകൾ സംരക്ഷിക്കുന്നത്. വലിയ ആനന്റെ തുമ്പി തട്ടിയിട്ട് ആനക്കുട്ടിക്ക് വേദനിക്കുന്നുണ്ടോ? ഇല്ല. കാല് തട്ടിയിട്ട് എപ്പോഴെങ്കിലും അതിന്റെ കാലിലോ കയ്യിലോ മുറിയാകുന്നുണ്ടോ? ഇല്ല. എത്രമാത്രം വലിയ സ്നേഹമാണ്. ഒരു പരുന്ത് ശബ്ദിച്ചാൽ ചെറിയ കോഴിയാണെങ്കിലും 10 മക്കളെ അതിന്റെ ചിറകിന്റെ ഉള്ളിൽ തൂവല് കുറവാണെങ്കിലും ഒളിപ്പിച്ചു വെച്ച് എത്ര സുരക്ഷിതത്വമായിട്ടാണ് കോഴി നിൽക്കുന്നത്. ആ സ്നേഹം കാണിക്കുന്നത് അള്ളാഹ് ഇറക്കിയ ഒരു റഹ്മത്തിന്റെ ഗറോഫിലാണ്. അതേ റഹ്മത്തിന്റെ ഗറോഫിലാണ് മനുഷ്യരുമായി തമ്മിൽ ബന്ധം പുലർത്തി നിൽക്കുന്നത്, സഹജീവികളോട് സ്നേഹം കാണിക്കുന്നത്, മറ്റു അചേതന വസ്തുക്കൾക്ക് വാത്സല്യം കൊടുക്കുന്നത്, വൃക്ഷങ്ങൾ, തൈകൾ ഇതൊക്കെ നട്ടുപിടിപ്പിച്ച് വളർത്തി വരുന്നത്. ഏതെങ്കിലും നല്ല ഒരു വാസനിക്കുന്ന ഒരു പൂവുള്ള ചെടി അത് കരിഞ്ഞു പോകുമ്പോ മനുഷ്യന് വിഷമം തോന്നുന്നത് അള്ളാഹ് ഇറക്കിയ റഹ്മത്തിന്റെ ഗറോഫിലാണ്.
ഈ ചെടി തരുന്നത് ഒരു വാസനയുള്ള പൂവാണ്. എന്നിട്ടതിന് വെള്ളം അടിച്ചു കൊടുക്കുന്നു, അതിന് വേണ്ട മരുന്ന് അടിച്ചു കൊടുക്കുന്നു, വെള്ളം ചേർക്കുന്നു, വളം കൊടുക്കുന്നു, നന്നായി വളർത്തുന്നു. അള്ളാഹു ഇറക്കിയ ഒരു റഹ്മത്തിന്റെ പേരിൽ, ആ ഒരു റഹ്മത്തിന്റെ പേരിലാണ് കാട്ടിലുള്ള വാനരന്മാർക്ക് മനുഷ്യന്മാര് ഭക്ഷണം കൊടുക്കുന്നത്, കുരങ്ങന്മാർക്ക് സദ്യ കൂട്ടുന്നത്. വിശേഷ ദിവസങ്ങളിൽ നമ്മുടെ വയനാടൻ ചുരങ്ങളിൽ പോയി ആളുകൾ സദ്യ കൊടുക്കുന്നു, 10-40 കുരങ്ങന്മാർക്ക് കഴിക്കാൻ. പല ആഘോഷ ദിവസങ്ങളിലും അതിന്റെ കെയർ ഓഫിലാണ് വീടുകളിലുള്ള പൂച്ചകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്, നായകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്, മൃഗങ്ങളെ തീറ്റിപ്പോറ്റുന്നത്. അവകൾ പാല് തരുന്നുണ്ടെങ്കിലും പാല് തരാത്ത മൃഗങ്ങളെയും മനുഷ്യൻ പോറ്റുന്നുണ്ട്. ഒരുപക്ഷെ ആ മൃഗങ്ങളെ വിൽക്കാൻ പോലും ഈ മനുഷ്യന് തൗഫീഖ് ഉണ്ടായില്ലാന്ന് വരും. എന്നാലും അതിനെ പോറ്റുന്നുണ്ട്, സംരക്ഷിക്കുന്നുണ്ട്. അല്ലാഹ് ഇറക്കിയ ഒരു റഹ്മത്തിന്റെ പേരിലാണ്. ബാക്കി 99 പരലോകത്തേക്ക് അല്ലാഹു തആല പിന്തിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. 99 അതെ, അവിടെ അതിന്റെ ബാക്കിയിലും പറയുന്നുണ്ട്, ഇന്നമാ യുഅഖിറുഹും, അവരല്ലാഹു പിന്തിപ്പിക്കുന്നത് ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ, ഒരു ദിവസത്തേക്ക് അല്ലാഹു അങ്ങനെ പിന്തിപ്പിക്കും. റഹ്മത്തിന്റെ മാർഗ്ഗം. അല്ലാഹു തആല ശിക്ഷിക്കുകയാണെങ്കിൽ, മനുഷ്യന്മാർ ചെയ്തതിന്റെ പേര് ശിക്ഷിക്കുകയാണെങ്കിലോ ജന്തു ബാക്കി ഉണ്ടാവില്ല. വലൗ യുആഖിറുല്ലാഹു الناس ബിമാ കസബു മാ തറക അലാ ളഹ്രിഹാ മിൻ ദാബ്ബ. മനുഷ്യൻ ചെയ്ത ദുൽമിന്റെ പേരിൽ മനുഷ്യൻ അല്ലാഹു ശിക്ഷിക്കുകയാണെങ്കിൽ ഭൂമുഖത്ത് ഒരു ജന്തു പോലും ബാക്കി ഉണ്ടാവില്ല, ഒരു ജീവി ഉണ്ടാവില്ല. അങ്ങനെ ശിക്ഷിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയെ അല്ലാഹു തആല ശിക്ഷിക്കുമ്പോ ആ 7 നഗരങ്ങൾ അടങ്ങിയ, ഗ്രാമങ്ങൾ അടങ്ങിയ ഭൂമി ഇങ്ങനെ ഉയർത്തുന്ന സമയത്ത് മലക്കുകൾ അല്ലാഹു തആലയോട് കാവൽ ചോദിച്ചു. ലൂത്ത് നബിന്റെ ജനങ്ങളെ കരച്ചിൽ കേട്ടിട്ടല്ല, അതിലുള്ള ജീവജാലങ്ങളെ കരച്ചിൽ കേട്ടിട്ടില്ല. നിരപരാധികളാണല്ലോ. ആ നിരപരാധികളെ കൂടി നാശത്തിന് കാരണമായത് ആ മനുഷ്യന്മാരെ കേടല്ലേ, ദുൽമല്ലേ. അവരെ കരച്ചിൽ കേട്ടിട്ട് വാനലോകത്തെ മലക്കുകൾ സങ്കടപ്പെട്ടു പോയി. പടച്ചോനെ, എന്തൊരു വലിയ കരച്ചിലാണ് കേൾക്കുന്നത്. ഏതെല്ലാം ജീവികളെ കരച്ചിൽ കേൾക്കും. അടിപിടിച്ച് പൊക്കല്ലേ. നിങ്ങൾ നോക്ക്, വല്ലാത്ത റഹ്മത്ത്. ആ റഹ്മത്ത് ഏറ്റവും കൂടുതലുള്ള മഹാന്മാരാണ്, അള്ളാഹു നൽകിയ ഏറ്റവും വലിയ റഹ്മത്തുള്ള മഹാന്മാരാണ് അംബിയ. മനുഷ്യരിൽ ഏറ്റവും വലിയ കാരുണ്യവും സ്നേഹവും നിറഞ്ഞത് അംബിയായിനാണ്. അള്ളാഹു നൽകിയ റഹ്മത്താണ്. അംബിയാ കഴിഞ്ഞാൽ പിന്നെ ഔലിയായിനാണ്. ഔലിയായിന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ കാരുണ്യവും സ്നേഹവും ഉള്ളവരാണ് സ്വഹാബത്ത്. ഖൈറുവാൻ എന്ന പ്രദേശത്ത് സ്വഹാബത്ത് പോയി അവിടെ കുടികെട്ടി താമസിക്കാൻ നോക്കുമ്പോ ഖൈറുവാൻ വലിയ കാടുള്ള പ്രദേശമാണ്. അപ്പൊ അവര് ആ കാടുള്ള ഒരു ഭാഗത്ത് നിന്നൊരു സ്വഹാബി വിളിച്ചു പറഞ്ഞു, കാട്ടിലെ ജീവികളെ, നിങ്ങൾ നിങ്ങളുടെ കുടുംബസമേതം ഒന്ന് മാറി താമസിക്കണം, ഞങ്ങൾക്ക് ഇവിടെ വീട് വെക്കണം. അപ്പോഴേതാ സിംഹം അതിന്റെ മക്കളുമായി, പാമ്പ് അതിന്റെ മക്കളുമായി, കുറുക്കൻ അതിന്റെ മക്കളുമായി, ഓരോന്ന് അതിന്റെ മക്കളുമായിട്ട് വേറെ പ്രദേശത്ത് ഇങ്ങനെ പോവുക. സ്വഹാബത്തിന്റെ റഹ്മത്താണ്. ആ കാടെങ്ങാനും പറയാതെ ചുട്ടുകരിച്ചാൽ എത്ര പാമ്പുകൾ ചത്തുപോകും. പാടില്ല. വെട്ടിത്തെളിക്കുമ്പോൾ തന്നെ ചെറിയൊരു ഭാഗം പതുക്കെ 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 ഒച്ചുണ്ടാക്കി ഒട്ടുമ്പോ അവകൾ നീങ്ങിക്കോളും. ചുട്ടുകരിച്ചാൽ എത്ര പെട്ടെന്ന് ഓടിപ്പോകാൻ കഴിയാത്തവർ കുടുങ്ങിപ്പോകൂലേ. ഓരോ ജീവികളും അതിന്റെ മക്കളെടുത്ത് പലായനം ചെയ്തു. ജനങ്ങളെ നേർക്ക് നേരെ നോക്കിക്കാണാൻ കാട്ടിലുള്ള ജീവികൾ വിളിച്ചിട്ടാണ് സ്വഹാബത്ത് ഇത് പറയുന്നത്. കാരണം ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്തവരാണ്. അതാണ് മനുഷ്യൻ അല്ലാഹു തആല പഠിപ്പിക്കുന്ന റഹ്മത്ത്. ഒരു ഉറുമ്പിനെ പോലും കൊല്ലാൻ പാടില്ല, വെറുതെ കൊല്ലാൻ പാടില്ല. ഒരു ഉറുമ്പിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന ഏതെങ്കിലും ശൈലി സ്വീകരിക്കാന്നല്ല. നമ്മളെ ഒരു ഉറുമ്പ് കടിച്ചാൽ എത്ര ഉറുമ്പിനെ കൊല്ല? വരക്കലാണോ ഒക്കെ പോട്ടെ നെട്ടിട്ട്. അത് റഹ്മത്തിന്റെ കുറവാണ്, സ്നേഹത്തിന്റെ കുറവാണ്. ഉറുമ്പും അല്ലാഹു തആലാക്ക് തസ്ബീഹ് ചൊല്ലുന്ന ജീവിയാണ്. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിന് കൂട്ടരും കടന്നു വരുമ്പോഴല്ലേ
ഉറുമ്പിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു തള്ള ഉറുമ്പ് പറഞ്ഞത് യാ യുഹന്നംലു ദുഖുലു മസാകിനക്കും, ഓ ഉറുമ്പിൻ കൂട്ടമേ ഒക്കെ മാളത്തിലേക്ക് വീട്ടിലേക്ക് കയറിക്കോളൂ. ലാ യഹ്തിമന്നക്കും സുലൈമാനു വജുനൂദുഹു, സുലൈമാൻ നബിയും സൈന്യവും വരുന്നുണ്ട്, ചവിട്ടിയാ പിന്നെ നിങ്ങൾ പണിയായി പോകും, എല്ലാരും കൊണ്ട് കയറി. ആ വാക്ക് കേട്ടപ്പോ സുലൈമാൻ നബി അലൈഹി സ്വലാം ചിരിച്ചു. ശുക്രിന് വേണ്ടി അള്ളാഹു തആലയോട് പറഞ്ഞു, അള്ളാഹുവേ നീ എനിക്ക് തന്ന റഹ്മത്ത് ചെറുതല്ല, ഈ ഉറുമ്പിന്റെ ഭാഷ അറിയാനുള്ള കഴിവ് നീ എനിക്ക് തന്നില്ലേ, അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ നിനക്ക് ശുക്ർ ചെയ്യാനുള്ള അവസരങ്ങൾ നീ ഏറെ തരണം എന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാം ദുആയിരുന്നു. അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഹുവർ റഹ്മാനുർ റഹീം. അള്ളാഹു തആല ഈ ദുനിയാവിൽ വിശാലമായ റഹ്മത്ത് ചെയ്യുന്നു, ഇവിടത്തെക്കാളും വിശാലതയുണ്ട് റഹീം പരലോകത്ത്. പക്ഷേ അത് മുഅ്മിനീങ്ങൾക്ക് മാത്രമായ റഹ്മത്താണ്. ബിൽ മഗ്ഫിറത്തി, പാപം പൊറുത്തുകൊണ്ടുള്ള റഹ്മത്ത് പരലോകത്ത് അള്ളാഹു സ്പെഷ്യലായി പൊറുക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഷഫാഅത്തിന്റെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ ഒരു ഷഫാഅത്തുണ്ട്. ജനങ്ങളെ ഷഫാഅത്തുകൊണ്ട് തീരുന്നില്ല, അവസാനത്തെ ഷഫാഅത്ത് റബ്ബുൽ ആലമീന്റെ ഷഫാഅത്താണ്. ശുഹദാഇന്റെ ഷഫാഅത്ത്, അംബിയാഇന്റെ ഷഫാഅത്ത്, കുട്ടികളെ ഷഫാഅത്ത്, ഹാഫിലീങ്ങളെ ഷഫാഅത്ത്, മലായികത്തിന്റെ ഷഫാഅത്ത്, ഇതൊക്കെ കഴിഞ്ഞാൽ ഉലമാഇന്റെ ഷഫാഅത്തൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരു ഷഫാഅത്തുള്ളത് റബ്ബ് തആലയുടെ ഷഫാഅത്താണ്. ആ ഷഫാഅത്തിലും മഗ്ഫിറത്ത് കൊണ്ട് അള്ളാഹു രക്ഷപ്പെടുത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. പുറത്തു കൊടുത്തുകൊണ്ട് അള്ളാഹു തആല രക്ഷപ്പെടുത്തുകയാണ്. നിങ്ങൾ നോക്ക്, അള്ളാഹു തആലാന്റെ റഹ്മത്ത് ചെറുതല്ല, വളരെ വലിയ റഹ്മത്താണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആഖിറത്തിൽ അല്ലാഹു തആലാന്റെ റഹ്മത്തിനെ ചിത്രീകരിച്ചു പറഞ്ഞല്ലോ. പാലം കടക്കാൻ പോകുന്ന രണ്ടാളുകളിൽ ഒരാൾ മറ്റേയാളെ പിടിച്ചു വെച്ചിട്ട് പറഞ്ഞു, അല്ലാ ഈ മനുഷ്യൻ എനിക്ക് ഒരുപാട് തരാനുണ്ട്, അത് തന്നിട്ടേ ഇയാളെ പാലം കടത്തി വിടാൻ നീ പെർമിറ്റ് കൊടുക്കാവൂ. അങ്ങനെ പറഞ്ഞപ്പോ അള്ളാഹു വലിയ നീതിമാനല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന്റെ ഇടയിൽ ഈ ചിത്രം ഇങ്ങനെ അള്ളാഹു കാണിച്ചു കൊടുക്കുന്ന രൂപം രണ്ട് രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസ്ഥ ഉണ്ടായത്. ഒരു ഘട്ടത്തിൽ, ആദ്യത്തെ ഘട്ടത്തിൽ തങ്ങൾ കരഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോ ആ കരച്ചിൽ ഇങ്ങനെ കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോ തങ്ങൾ ചിരിച്ചു. അപ്പൊ സ്വഹാബത്ത് വെച്ച് നബി ഇപ്പൊ ഒരു പുതിയ വിഷയം തങ്ങൾക്ക് അള്ളാഹു അറിയിച്ചെന്നുള്ളത് കാണിച്ചെന്നാണ്, അല്ലാതെ ഈ രൂപം ഉണ്ടാവില്ല. തങ്ങൾ ആദ്യം കരഞ്ഞു, പിന്നെ ചിരിച്ചു. അപ്പൊ തങ്ങൾ പറഞ്ഞു, ആഖിറത്തിലെ അവസ്ഥ അള്ളാഹു ഇങ്ങനെ കാണിച്ചു തന്നപ്പോ എന്റെ ജീവിതത്തിൽ, എന്റെ അനുഭവത്തിൽ വന്ന രണ്ടവസ്ഥയാണ്. ആദ്യ ഘട്ടത്തിൽ കണ്ടത്, ഒരു മനുഷ്യൻ മറ്റേ മനുഷ്യനെ, കൂട്ടുകാരെ ഒരേ നാട്ടുകാരൻ പിടിച്ചു വെച്ചു, വിടൂല അല്ലാ, ഇവനെനിക്ക് തരാനുണ്ട്, അത് തന്നിട്ടേ ഇവനെ വിടൂ. അള്ളാന്റെ മഹൽ ഫദ്ൽ കൊണ്ട് പാലം കടക്കാൻ പോകുന്ന ആളെയാണ് പിടിച്ചു വെച്ചത്. ആ സമയത്ത് അല്ലാഹു തആല പറയുന്നു, കൊടുക്കാനുള്ളത് കൊടുത്തേക്കണം. കൊടുക്കേണ്ട ആള് പറയുന്നു, അല്ലാഹുവേ കൊടുക്കാൻ എന്നിൽ ഒന്നുമില്ല, പലർക്കും കൊടുത്തു തീർന്നു കഴിഞ്ഞു, ഞാൻ എന്ത് കൊടുക്കാനാണ്? അപ്പൊ ആ മനുഷ്യൻ പറയാ, കിട്ടാനുള്ള ആള് പറയാൻ, പഠിച്ചോനെ എന്നാ തരാനൊന്നുമില്ലെങ്കിൽ എന്റെ അക്കൗണ്ടിൽ കുറെ ദോഷങ്ങളുണ്ട്, തരാനുള്ളതിന്റെ കണക്കനുസരിച്ച് ഈ ദോഷങ്ങളൊക്കെ അയാളെ മേൽ കെട്ടിവെക്കുക. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കരഞ്ഞത്. കരയാനുള്ള കാരണം ഒരു നിലക്കും വിട്ടുവീഴ്ച കൊടുക്കാത്തൊരവസ്ഥയാണല്ലോ അവിടെ കാണുന്നത്. റഹ്മാനായ റബ്ബ് ആഖിറത്തിൽ നൽകുന്ന വലിയ റഹ്മത്ത്, എനിക്കുള്ളതൊക്കെ അയാളെ മേൽ കെട്ടിവെച്ചിട്ട് നീ അയാൾക്ക് ആ ഭാരം ചുമത്തിയിട്ട് അയാളങ്ങോട്ട് നരകത്തിലായിരിക്കും, എന്നാലും എന്റെ അവകാശം എനിക്ക് കിട്ടണല്ലോ. വല്ലാത്തൊരു ഒരു അവസ്ഥയാണത്, മനുഷ്യൻ പിടിവിടാത്തൊരവസ്ഥ. അല്ലാഹു തആല നീതി പ്രകാരം അവിടെ കൈകാര്യം ചെയ്യും. അപ്പൊ അല്ലാഹു തആലാന്റെ ഒരു റഹ്മത്താണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ കിട്ടാനുള്ള മനുഷ്യന് ഒന്നിങ്ങനെ തല പൊക്കിയിട്ടൊന്നിങ്ങനെ നോക്കി, സിറാത്തിന്റെ അടുത്തേ ഒന്ന് തല പൊക്കി ഇങ്ങനെ നോക്കിയപ്പോ വിശാലമായ സ്വർഗീയ സുഖങ്ങൾ ഇങ്ങനെ കണ്ടു. അമ്പരശുംബിയായ ഒരു കൊട്ടാരവും, ആ കൊട്ടാരത്തിന്റെ മുറ്റത്ത് ഖാദിമീങ്ങളായ
നല്ല നല്ല ചെറിയ കുട്ടികളും അതുപോലെ തന്നെ ഹൂറുല്ലീങ്ങളും എല്ലാം ഇങ്ങനെ ഈ സിറാത്തിന്റെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കി ഇങ്ങനെ കണ്ടപ്പോ കിട്ടാനുള്ള മനുഷ്യന്റെ ദൃഷ്ടി നേരെ അതിലേക്കാ പോയി. മറ്റേ ആൾ അവിടെ നിൽക്കുന്നുണ്ട്, അയാൾ വിട്ടിട്ടില്ല. അപ്പൊ ചോദിച്ചു, അല്ലാഹുവേ ലിമൻ ഹാദൽ ഖസുർ, ഈ കൊട്ടാരം ആർക്കാണ് അല്ലാഹ്? ലി അയ്യി നബിയിൻ വലി അയ്യി സിദ്ദീഖിൻ വലി അയ്യി ഷഹീദ്. ഏത് ഷഹീദിനാണിത്? ഏത് നബിക്കാണിത്? ഏത് സിദ്ദീഖിനാണ് നീ ഇത് കൊടുക്കുന്നത്? അല്ലാഹു തആല പറഞ്ഞു, അവർക്കാർക്കുമല്ല. ഇത് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ലിമൻ അഫാൻ അഖീ, കിട്ടാനുള്ള സ്വന്തം സഹോദരന് മാപ്പ് കൊടുക്കാനുള്ള റഹ്മത്ത് കാണിക്കുന്ന ആൾ ആരാണോ ഓൻക്കാ ഞാൻ അത് കൊടുക്കുന്നത്. അത് കണ്ട ഉടനെ തന്നെ ആ മനുഷ്യൻ പറഞ്ഞു, ഖദ് അഫൗതു അൻ, ഞാൻ പുറത്തു കൊടുത്തു അല്ലാഹ്. അല്ലാഹു തആല പറഞ്ഞു, എന്നാ അവന്റെ കയ്യും പിടിച്ച് അങ്ങോട്ട് കയറിക്കോ. അപ്പോഴാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചിരിച്ചത്. രണ്ടാളും രക്ഷപ്പെട്ട ഒരവസ്ഥ നബിതങ്ങൾക്ക് വലിയ റാഹത്തല്ലേ? ഉമ്മത്തിൽപ്പെട്ട രണ്ടാളെ ചിത്രല്ലേ അള്ളാഹു കാണിച്ചു കൊടുക്കുന്നത്? ആദ്യം രക്ഷപ്പെടാത്തൊരവസ്ഥ, കിട്ടണത് കിട്ടണം, കിട്ടിയിട്ടേ വിടുള്ളൂ. അപ്പോഴാ തങ്ങൾക്ക് അറിഞ്ഞത്. എന്തൊരു ചോദ്യമാണ് ആ ചോദിക്കുന്നത്. അവസാന ഘട്ടത്തിൽ അള്ളാഹ് കൊടുക്കുന്ന റഹ്മത്താണ്. അപ്പൊ ഈ സ്വർഗം കാണിച്ചു കൊടുത്തു അള്ളാഹിന്റെ റഹ്മത്തല്ലേ? ആ സ്വർഗം കാണിച്ചു കൊടുത്തപ്പോ പിന്നെ ഈ മനുഷ്യന് വേറെ ഒന്നും വേണ്ട, അവിടെ എത്തിയാൽ മതി. അവിടെ എത്താൻ ഇനി എന്താ ഒരു തടസ്സമുള്ളത്? ഒരു അഫു, ഒരു വാത്സല്യം വേണം, ഒരു റഹ്മത്ത് വേണം, ഒരു കനിവ് വേണം. ഈ കൊടുക്കാനുള്ള മനുഷ്യനോട് ഒരു കനിവ്. ഇത് ജ്യേഷ്ഠാഞ്ചന്മാരെ കുട്ടിക്കോളും, ഭാര്യ ഇത് സ്വന്തം മക്കള് ബാപ്പാരെ കുട്ടിക്കോളും. അവിടൊക്കെ വരുമല്ലോ ഈ ചിത്രം. സ്വന്തം ഉടപ്പുറപ്പിങ്ങളെ കുട്ടിക്കോളും. അവിടെ അഫു അങ്ങോട്ട് ചെയ്തു കൊടുത്തപ്പോ അല്ലാഹു തആല പറയുന്നത്, അഫു ചെയ്തു കൊടുത്തു എന്ന കാരണം കൊണ്ട് നിങ്ങളും മറ്റേയാള് നിങ്ങളെ വിഷയത്തിൽ നിന്ന് ഒഴിവായി എന്ന് നിൽക്കും. രണ്ടാളും അങ്ങോട്ട് കയറിക്കോളി. അപ്പൊ എത്രമാത്രം വലിയ റഹ്മത്താണ് അള്ളാന്റെ റഹ്മത്ത്. അല്ലാഹു റഹീമാൻ. പാരത്രിക ലോകത്ത് വിശാലമായ അനുഗ്രഹം മുഅ്മിനീങ്ങൾക്ക് ചെയ്യുന്നവനാണ്. ആ അനുഗ്രഹത്തിന്റെ വിശാലത എത്ര വിശദീകരിച്ച. അല്ലാഹു തആലാനെ പോലെ വിശാലമായ കാരുണ്യം കാണിക്കാൻ കഴിവുള്ളവർക്ക് ഇലാഹാകാൻ യോഗ്യതയുണ്ട്. വിശാലാർത്ഥത്തിലുള്ള ഒരു റഹ്മത്ത് അല്ലാഹു തആലാക്കല്ലാതെ വേറെ ആർക്കാ സഹോദരങ്ങളെ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബാക്കിയുള്ള മഅബൂദുകൾക്കൊക്കെ പക്ഷപാതിത്തല്ലേ, അവരുടെ ആളുകൾ മാത്രം ഉണ്ടാണെന്നല്ലേ അവരൊക്കെ പറയുന്നത്. അല്ലാഹു തആല അങ്ങനെയല്ലല്ലോ ചിന്തിക്കുന്നത്. അല്ലാഹുവിനെ വിശ്വസിക്കാത്തവരും ഭൂമിയിലുണ്ട്. അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതും വെള്ളം കൊടുക്കുന്നതും ഒക്കെ അല്ലാഹു തആല തന്നെയാണ്, വേറെ ആരുമല്ല. അവർക്ക് ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുന്നതും അല്ലാഹു തആല തന്നെയാണ്. അവരെന്തെങ്കിലും സുഹൃതങ്ങൾ ചെയ്തതിന്റെ പേരിൽ അവർക്ക് വലിയ ഗുണങ്ങൾ കൊടുക്കുന്നതും അല്ലാഹുവാണ്. ഹുവർ റഹ്മാനുർ റഹീം. അല്ലാഹു തആല മഹാകരുണ ചെയ്യുന്നവനും അർ-റഹീമു, അത്യധികം അനുഗ്രഹം ചെയ്യുന്നവനുമാണ്. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു. പിന്നീട് ആവർത്തിക്കുന്നത് എന്തിനാ ആവർത്തിച്ചെന്നറിയോ? തൗഹീദിന്റെ കാര്യം നല്ലോണം ഉറപ്പിക്കണമെന്ന് പഠിപ്പിക്കാനാണ്. അതുകൊണ്ടാണ് ആവർത്തിച്ചത്. ബാക്കിയുള്ളൊന്നും ആവർത്തിച്ചിട്ടില്ല. ബാക്കി പറയുന്ന ഇസ്മുകളൊന്നും ആവർത്തിച്ചില്ല. ആവർത്തിച്ചത് ഏതാ? ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ല. ആവർത്തിക്കേണ്ട കലിമത്ത് ഏതാ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണല്ലോ ഏറ്റവും ആവർത്തിക്കേണ്ടത്, അല്ലേ? അത് ആവർത്തിക്കണം. തൗഹീദിന്റെ കാര്യം, തൗഹീദിന്റെ വചനങ്ങൾ ആവർത്തിച്ച് നമ്മൾ പരിഗണിക്കണം എന്ന് പഠിപ്പിക്കാനാണ് രണ്ടാമതും ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു. വെറുതെ പറഞ്ഞല്ല, അതാണല്ലോ ഏറ്റവും അധികം ചൊല്ലുന്ന ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് വെറുതെ അല്ലല്ലോ. നിസ്കാരത്തിന് ശേഷം ലാ ഇലാഹ 10 എണ്ണമാണോ സംശയം പറയാൻ ആൾക്കാർക്ക്. അങ്ങനെയുണ്ട്. മനുഷ്യന്മാരെ സംശയം തീർത്തിട്ട് വെറുതെ അമൽ നടക്കുമെന്നറിയില്ല. നാളെ സ്ഥലത്ത് വന്നപ്പോ സുബ്ഹാനല്ലാഹ് ചൊല്ലുന്നുണ്ട്, അൽഹംദുലില്ലാഹ് ചൊല്ലുന്നു, അല്ലാഹു അക്ബർ ചൊല്ലുന്നു, പിന്നെ ദുആർക്ക്. അപ്പൊ ഒരു 100 ഉള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു. 110 സുന്നത്തിലേക്ക് ഒരുത്തിയില്ല. 110 ആണല്ലോ കണക്ക്. അപ്പൊ നിസ്കാരം കഴിഞ്ഞപ്പോ എന്നോട് ചോദിച്ചാ, അത് ആ ഇമാമുക്കണ ഉസ്താദിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് 10 എണ്ണം ചെല്ലാനുള്ള തെളിവ് അത്ര ബലം പോരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ സ്വഹാബത്തിനോട് പറഞ്ഞിട്ടുണ്ട്. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്, 33 അതൊക്കെ പഠിപ്പിച്ച ശേഷം 10 വട്ടം തഹ്ലീലും ചൊല്ലണം.
എന്ന് തങ്ങൾ നേർക്ക് നേരെ തഹ്ലീലി എന്ന വാചകം തന്നെ പറഞ്ഞു. 10 വട്ടം തഹ്ലീലും ചൊല്ലണം. അപ്പോഴാണ് 110 അല്ലെ 100 ഉറച്ച സുന്നിയാകുള്ളൂ. 110 ഇതൊക്കെ ചെയ്തിട്ട് ഉറക്കണം എന്നുള്ളതാണ് ആ സുന്നി എന്നതിന്റെ അർത്ഥം. അല്ല സിന്ദാബാദിൽ മാത്രമല്ല, ഇതൊക്കെ ചെയ്തിട്ടുള്ളൊരു ഉറപ്പ് വേണം. ഒരു സുന്നത്ത് ദായിമാക്കണം. തഹ്ലീലും ചൊല്ലണം. ആവർത്തിച്ചല്ലാണ് ദിക്ർ. അതല്ല 5 നിസ്കാരത്തിന് ശേഷം ചൊല്ലി 50 ആയില്ലേ. പിന്നെ ഒരു ഹദ്ദാദ് ഇല്ലെന്നാൾ 50 ചൊല്ലൂലേ, ഇപ്പൊ 100 ആയില്ലേ, 100 ആയില്ലേ. 100 തഹ്ലീലല്ലേ അങ്ങനെ കിട്ടുന്നത്. അത് പരിഗണിക്കുന്ന ദിക്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അധികം ചൊല്ലാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അൽ മലികു, അല്ലാഹുവാണ് രാജാവ്. അല്ലാഹു രാജാവാണ് എന്ന് പറഞ്ഞാൽ രാജാവിന്റെ അർത്ഥം കൽപ്പനയും വിരോധനയും സ്വന്തം തീരുമാനിക്കാനും കൈകാര്യം ചെയ്യാനും കഴിവുള്ളവൻ. എന്ത് കൽപ്പിക്കണം, എന്ത് തടയണം, അതിന് സ്വതന്ത്രമായ കഴിവുള്ളതാണ്. വേറെ ആർക്കാ കഴിവുള്ളത്? അല്ലേ? ഇപ്പൊ നമ്മൾ ചിന്തിക്കുകയാണെങ്കിലേ അല്ലാഹു തആലാന്റെ തദ്ബീർ വേഗം മനസ്സിലാക്കും. കഴിഞ്ഞ വർഷം 2019 നമ്മളെ നാട്ടിലെ ആളുകൾ മുഴുവൻ സമരമുഖത്തായിരുന്നു അല്ലേ. മുക്കത്തൊക്കെ എത്ര സമരാ നടന്നത് ഒരു കണക്കൂല. കോഴിക്കോട്ടെങ്ങാടിൽ എത്ര നടന്നത്? എല്ലാവരും എന്ത് ഭീതിയിലായിരുന്നു? വീട് വിട്ട് നാട് വിട്ട് പോകേണ്ടി വരും എന്ന ഭീതിയിലായിരുന്നു. അല്ലാഹു തആല നിയന്ത്രിച്ചു നോക്കി നിങ്ങൾ. അങ്ങനെ പോകണം എന്ന് പറഞ്ഞ ആൾക്കാർ അതേ നാവുകൊണ്ട് അല്ലാഹു തആല പറയിപ്പിച്ചു, ആരും വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകരുത്, എല്ലാവരും വീട്ടിന്റെ ഉള്ളിൽ തന്നെ സുരക്ഷിതരായി കഴിഞ്ഞോളണം, അകലം പാലിച്ച് വീട്ടിന്റെ ഉള്ളിൽ കഴിഞ്ഞോളണം. ആർക്കാണ് കൽപ്പനക്കും വിരോധനക്കും കഴിവുള്ളവൻ? അവനാണ് രാജാവ്. അതാണ് അൽ മലികു. ഭരിക്കുന്ന ആൾക്കാർക്കല്ല ഒത്തുണ്ട് കൈവാള് അല്ലേ. അമേരിക്കയിലെ വേറൊരാൾ ഇങ്ങനെ പീഠം പിടിച്ചു വെച്ചിട്ടാളെ പറഞ്ഞു, ഞാൻ ഇറങ്ങിപ്പോണ ഒരു പണിയില്ല, മരിച്ചിട്ടല്ലാതെ പോലാന്ന്. അയാളെ ഇറക്കണം എന്നുള്ള തീരുമാനിച്ചിറക്കിയില്ലേ? അയാളെ ഇറങ്ങൂല അറിയില്ല. രണ്ടാമത് പരിശോധിച്ചില്ലേ വോട്ടിന്റെ സ്ഥലങ്ങളിൽ? അവിടെ വോട്ട് നടന്നത് കൃത്രിമത എന്നിട്ട് എണ്ണിയപ്പോഴോ 2 വോട്ട് കൂടി കൂടെ കിട്ടിക്കാൻ മറ്റേ ആദ്യം പത്രം പറഞ്ഞില്ലേ, രണ്ടും കൂടി ഇറങ്ങി. അത് സ്വതന്ത്രമായി കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, അതാണ് യഥാർത്ഥ രാജാവ്. അൽ മുതസർരിഫു ബിൽ അംരി വന്നഹി, കൽപ്പിക്കാനും വിരോധിക്കാനും സ്വതന്ത്രമായ കഴിവുള്ളവൻ. ആ രാജാധികാരം അല്ലാഹു എല്ലാവർക്കും വെളിവാക്കി കൊടുക്കുന്ന ഒരു ലോകമുണ്ട് പരലോകത്ത്. ലിമനിൽ മുൽക്കുൽ യൗം എന്ന് അല്ലാഹു ചോദിക്കുന്ന ഒരു ദിവസം. അന്ന് രാജാക്കന്മാരൊക്കെ ഉത്തരം പറയാൻ മടിക്കും, എല്ലാരും ഉത്തരം പറയാൻ മടിക്കും. കാരണം അന്ന് അവർക്കൊന്നുമില്ലല്ലോ, എല്ലാവരും സ്ഥാനം പോയി നിൽക്കല്ലേ. അന്ന് അല്ലാഹു തആല തന്നെ പറയും മറുപടി, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. നിങ്ങളാരും പറയില്ല എന്നറിയാം, അതിന് ഒരു ഉത്തരമേ ഉള്ളൂ, വേറൊരു ഉത്തരമില്ല. വാഹിദായ, ഏകനായ, നിങ്ങളൊക്കെ കീഴൊതുക്കാനും നിങ്ങളപ്പുറമുള്ളത് കീഴൊതുക്കാനും കഴിവുള്ള എനിക്ക് മാത്രമാണ് രാജാധികാരമുള്ളത്, അധികാരമുള്ളത്. അല്ലെങ്കിൽ ഇവിടെ അധികാരം എന്നതിന് അല്ലാഹു അർത്ഥം മഹാന്മാർ തഫ്സീർ കൊടുക്കുന്നത് അല്ലദീ യുഇസ്സു മൻ യശാഉ വയുദില്ലു മൻ യശാ. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു ഇസ്സത്തും അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു ദില്ലത്തും കൊടുക്കും. അല്ലാഹു തആല ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ഇസ്സത്ത് കൊടുക്കുന്നു, എന്നിട്ട് അവരെ ഉയർത്തുന്നു. അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല ദില്ലത്ത് കൊടുക്കുന്നു, അവരെ താഴ്ത്തുന്നു. ആർക്കാണ് അഭിമാനം കൊടുക്കേണ്ടത്, ഇസ്സത്ത് കൊടുക്കേണ്ടത്? അത് അള്ളാഹുവിനാണ് തീരുമാനമുള്ളത്, വേറെ ആർക്കും. അള്ളാഹു തീരുമാനിക്കും. അധികാരം അല്ലാഹു തആല ഓരോരുത്തരും കയ്യിൽ ഏൽപ്പിക്കുന്നത് അത് കുറഞ്ഞ കാലത്തേക്കുള്ള അധികാരമാണ്. ഫിരോൻ ചോദിച്ചില്ല, ഭയങ്കര ചോദ്യല്ലേ ഫിരോൻ ചോദിച്ചത്. കൂട്ടരെ, മൂസാ നബിക്ക് എന്ത് കഴിവാണുള്ളത്? അലൈസലി മുൽക്കു മിസ്ർ, മിസ്റിന്റെ അധികാരം ഫുൾ എന്റെ കയ്യിലല്ലേ. വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഈ ഒഴുകുന്ന നദികൾ മുഴുവനും എന്റെ കാൽ കീഴിലല്ലേ ഒഴുകുന്നത് എന്ന് പറഞ്ഞാൽ ഫിറോൻ ഒഴുകണ്ടെന്നത് ഒഴുകൂലെന്നർത്ഥം. അവൻ അങ്ങോട്ട് പിടിച്ച് അല്ലാഹു തആല വളരെ ചെറിയ രൂപത്തിൽ അല്ലാഹു തആല ശിക്ഷിച്ച് അവരങ്ങോട്ട് ഒതുക്കിയപ്പോ ആർക്കായി പിന്നെ അധികാരം?
അതുവരെ കൊട്ടാരത്തിന്റെ പടി ചവിട്ടാൻ ഒരു നിലക്കും അനുവാദം കൊടുക്കാത്ത ആളുകൾക്കാണ് ആ ഭൂമിയും ആ നാടും ആ അധികാരമൊക്കെ മറ്റൊരു ടീമിന് നമ്മൾ അനന്തരമായി കൊടുത്തു. അല്ലാഹു തആല ആർക്കാണ് ഇസ്സത്ത് കൊടുക്കേണ്ടത്, ആർക്കാണ് ദില്ലത്ത് കൊടുക്കേണ്ടത്, അല്ലാഹു തീരുമാനിക്കുന്നത്. വലിയ അധികാരം കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലിട്ട നുമ്രൂദിനല്ല ഇസ്സത്ത് ഉണ്ടായത്, ഇബ്രാഹിം നബിക്ക് ഇസ്സത്ത് ഉണ്ടായത്. ഇബ്രാഹിം നബിക്ക് ഏറ്റവും വലിയ ഇസ്സത്ത് എന്താ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് ഇങ്ങനെ നടന്നിങ്ങോട്ട് പോരുന്ന സമയത്ത് നുമ്രൂദിന്റെ മകള് വന്നു. ഇബ്രാഹിം നബി അള്ളാഹിന്റെ നബിയാണ്, ഉറപ്പാണ്, ഞാനേ വിശ്വസിച്ചു, അല്ലാഹു തആലയാണ് യഥാർത്ഥത്തിലുള്ള ഇലാഹ്, നിങ്ങൾക്കൊന്നും ഒരു കഴിവില്ല. അതെന്തേ മോളെ നോക്കണം, 19 ദിവസം നിന്നിട്ട് എന്തെങ്കിലും ഒരു പോറലുണ്ടോ, എന്തെങ്കിലും ഒരു കുറവുണ്ടോ? നിങ്ങൾ കെട്ടിക്കൂട്ടിയ തെറ്റുവില്ലിന്റെ കൂടെ കെട്ടിക്കൂട്ടിയ കയറില്ലേ, അതെവിടെ കൂടെ കാണാനല്ലോ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ശരീരത്തിൽ എന്താ മാറ്റമുള്ളത്, എന്താ കുറവുള്ളത്, എവിടെങ്കിലും പൊള്ളലേറ്റുണ്ടോ? ഒന്നുമില്ലല്ലോ. നിങ്ങൾക്കും കഴിയില്ല, നിങ്ങൾ ഉണ്ടാക്കിയ തീകുണ്ടത്തിനും കഴിയില്ല. നിങ്ങളെയും ആ അഗ്നിയെയും അടക്കി ഭരിക്കുന്ന രാജാവുണ്ട്, അവനാണ് കഴിവുള്ളത്. അതാണ് യഥാർത്ഥത്തിലുള്ള ഇലാഹ് അല്ലാഹു തആല. ഞാൻ അവനിൽ വിശ്വസിക്കുന്നു, അവന്റെ പ്രിയപ്പെട്ട നബിയാണ്, ദാസനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം, ഞാൻ അതിലും വിശ്വസിക്കുന്നു. അപ്പൊ ആ തീ കിടന്ന് സന്തോഷിക്കണം. അതാണ് ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ 200 കൊല്ലം ജീവിച്ചല്ലോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അവസാന ഘട്ടത്തിൽ ആളുകൾ ചോദിച്ചു, ഏറ്റവും സന്തോഷമുള്ള ഘട്ടം എപ്പോഴാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, ആ തീ കിടന്ന് 50 ദിവസം. ആ തീയിൽ കിടന്ന് 50 ദിവസമല്ലേ, അതാണ് ഏറ്റവും സന്തോഷമുള്ളത്. അത്ര സന്തോഷമുള്ള വേറെ ദിവസമല്ല. അതൊരു പരീക്ഷണമായിട്ടല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാം കണ്ട സന്തോഷമായിട്ടാണ്. വിജയിച്ചില്ല, അത്രയും. ഈ രാജാവിന്റെ പണിപ്പെട്ട രാജാവിന്റെ മോളല്ലേ ഇസ്ലാമിലേക്ക് വന്നത്, വലിയ വിജയം. അതാണ് ഇസ്സത്ത് കൊടുക്കുന്നതും ദില്ലത്ത് കൊടുക്കുന്നതും അല്ലാഹു തആലയാണ് അവൻ ഉദ്ദേശിച്ചവർക്ക്. അവൻ മലിക്കാണ്, രാജാവാണ്. വിശദമായി പറയുന്ന സമയത്ത് അൽ ഖുദ്ദൂസ്, അല്ലാഹു പരിശുദ്ധനാണ്. അല്ലാഹുവിലേക്ക് ചേർത്തി പറയാൻ പറ്റുന്ന ഒരു പോരായ്മ ലോകത്ത് ആർക്കും കഴിയില്ല. റബ്ബിലേക്ക് ചേർത്തി പറയാൻ പറ്റുന്ന ഒരു പോരായ്മ പറയാൻ കഴിയുമോ? ഇല്ല. അല്ലാഹു തആലാക്ക് സ്വന്തമായുള്ള വിശേഷണങ്ങളിൽ അല്ലാഹു പരിപൂർണനാണ്. ആ വിശേഷണം വേറെ ആർക്കില്ല. അല്ലാഹുവിന് മാത്രമായിട്ട് ഒരുപാട് വിശേഷണങ്ങളുണ്ട്. അത് ആർക്ക് മാത്രമുള്ളതാണ്? അത് അല്ലാഹുവിന്റെ പരിശുദ്ധിയാണ്, അല്ലേ? ചിലത് നമ്മൾ പറയില്ലേ, ആ ഒരു ഗുണം അയാൾക്ക് മാത്രമാണ് എന്ന് പറയില്ലേ, അതുകൊണ്ട് ആള് ഉഷാറാണ്. എന്നാ അല്ലാഹു തആലാക്ക് മാത്രമുള്ള കമാലിയത്തിന്റെ സിഫത്തുകളുണ്ട്, ലോകത്തത് മറ്റാർക്കില്ല. അല്ലാഹു തആലയും റഊഫാണ്, നബിതങ്ങൾ റഊഫാണ്. അല്ലാഹു റഹീമാണ്, നബിതങ്ങൾ റഹീമാണ്. മാറ്റണ്ട്. അല്ലാഹു തആലാന്റെ റഊഫും റഹീമും അല്ലാഹു തആലാന്റെ ദാത്തിയായ സിഫത്താണ്. മറ്റേത് അത്വാഇയാണ്, അല്ലാഹു നൽകിയതാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സ്വന്തമായിട്ടാണോ? അല്ല, മാറ്റം. അല്ലെങ്കിൽ മഹാന്മാര് പറഞ്ഞു, അല്ലാഹു പരിശുദ്ധനാന്ന് പറഞ്ഞാൽ ലാ യുഹദ്ദു വലാ യുതസവ്വർ, അല്ലാഹുവിനെ നിർവചിച്ചാണ്. അല്ലാഹു തആലാക്ക് ഒരു താരീഫ് പറഞ്ഞാൽ കറക്റ്റ് തിരുന്ന്. നിങ്ങളിപ്പോ മനുഷ്യന്മാരാരാന്ന് വെച്ചാൽ മനുഷ്യനെ പറ്റി ഒരു താരീഫ് പറയും, നിർവചനം പറയും. എന്തെങ്കിലും സംഗതിയെ പറ്റി തിരിയാൻ നിർവചനം പറയും. അല്ലാഹു തആലാന്റെ സിഫത്തുകളെ കൊണ്ട് മനസ്സിലാക്കി കൊടുക്കാന്നല്ല, നിർവചിച്ച് തീർക്കാൻ ആർക്കാ കഴിയാ? പരിശുദ്ധനാണ്. വലാ യുതസവ്വറു, അല്ലാഹുവിനെ രൂപപ്പെടുത്താൻ കഴിയൂല. കഴിയോ? അല്ലാഹു തആല രൂപപ്പെടുത്തുന്നു. അതുകൊണ്ടാണല്ലോ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന ഇലാഹില്, അള്ളാഹുവില് ഏറ്റവും വലിയ പരിശുദ്ധിയും ഏറ്റവും വലിയ സന്തോഷവും ഉണ്ട് എന്ന് ഇസ്ലാമേതര കക്ഷികൾ കൂടി പറയാനുള്ള കാരണം ഒരു രൂപഭാവങ്ങളില്ല. മറ്റേ നിങ്ങളൊക്കെ ആര് സങ്കല്പിക്കുന്ന രൂപങ്ങൾക്കും ഓരോ പോരായ്മയുണ്ട്, അല്ലേ? ഇലാഹുകളായ ഓരൊക്കെ രൂപങ്ങൾ വെച്ചിട്ടില്ലേ? അപ്പൊ അതിനും വലിയ രൂപമായിട്ടാണ് വേറെ കുറെ ആൾക്കാർ വരുന്നത്, അതിനും ചെറിയ രൂപമായിട്ട്. അതിനൊക്കെ പോരായ്മയുണ്ട്. അല്ലാഹുവാണ് ഖുദ്ദൂസ്, പരിശുദ്ധൻ. അവനൊരു നിർവചനം പറഞ്ഞു തീർക്കാൻ ആർക്കും കഴിയില്ല. മനുഷ്യൻ എന്താന്ന് വെച്ചാൽ മനുഷ്യന്മാരെ പറ്റി പറയാ, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഹയവാനുണ്ട്, ആത്തിക്കാണ്, ഒരു വിശേഷ ബുദ്ധിയുള്ള ഒരു ജീവിയാണ്. കഴിഞ്ഞില്ലേ? ഇതിനപ്പുറം എന്താ പറഞ്ഞു മനുഷ്യനെ പറ്റി? അതോട് തീർന്നു. അല്ലാഹു തആല എങ്ങനെ നിർവചിക്കും? അല്ലാഹുവിന്റെ പരിശുദ്ധിയാണ്, നിർവചിക്കാൻ കഴിയൂല. അസ്സലാം, അല്ലാഹു തആല സലാമത്ത് നൽകുന്നവനാണ്, രക്ഷയുടേവനാണ്. അല്ലാഹു തആലാക്ക് ഒരു കുറവും വരൂല, ഒരു ആഫത്തും വരൂല.
അല്ലാഹു തആല രക്ഷയുടേവനാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ അല്ലാഹുവിൽ നിന്ന് രക്ഷ കൊണ്ട് ചോദിക്കുന്നത്. അല്ലാഹുമ്മ അൻതസ്സലാം വ മിൻകസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം. അല്ലാഹുവിനോട് ചോദിക്കുന്നു. അൽ മുഅ്മിനു, അല്ലാഹു തആല അഭയം നൽകുന്നവനാണ്, സുരക്ഷിതത്വം നൽകുന്നത് അല്ലാഹുവാണ്. അല്ലെങ്കിൽ സ്വന്തത്തിനും അവന്റെ മുർസലീങ്ങൾക്കും അംഗീകാരം ഉണ്ടാക്കി കൊടുക്കുന്നവനും അല്ലാഹുവാണ്. ആ നിലക്കും മുഅ്മിൻ എന്നതിന് അർത്ഥമുണ്ട്. മറ്റുള്ളവർക്ക് അംഗീകാരം ഉണ്ടാക്കി കൊടുക്കുന്നവൻ, മുർസലീങ്ങൾക്ക് മുഅ്ജിസത്ത് കൊണ്ടും ഔലിയാക്കൾക്ക് കറാമത്ത് കൊണ്ടും അംഗീകാരം ഉണ്ടാക്കി കൊടുക്കുന്നവൻ അൽ മുഅ്മിനു. അല്ലെങ്കിൽ അമ്ന്, അഭയം നൽകുന്നവൻ അല്ലാഹുവാണ്. സുരക്ഷിതത്വം നൽകുന്നവൻ അല്ലാഹുവാണ്. അത് വേറെ ആർക്കും അതിന്റെ കഴിവില്ല. അതുകൊണ്ടാണ് അബ്ദുൽ മുത്തലിബ് പറഞ്ഞത്, കാബനെ സൂക്ഷിക്കാൻ കാബന്റെ റബ്ബുണ്ട്. നമ്മൾ അതിലേക്ക് പോകും. ആ കാബന്റെ റബ്ബ് നൽകും. കാബന്റെ റബ്ബാണല്ലോ അവിടെ അമ്ന് നൽകിയത്, അഭയം നൽകിയത്. അത്രയും വലിയ ആളുകൾക്ക് വലിയ സുരക്ഷിതത്വം നൽകിയത് അല്ലാഹു തആല. അൽ മുഹൈമിനു, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളെയും വീക്ഷിക്കുന്നവനാണ്. നിരീക്ഷണമുണ്ട് അല്ലാഹു തആല. ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എവിടേക്കാണ് ഓരോരുത്തരുടെയും പോക്ക് എന്ന് അല്ലാഹു തആല എല്ലാവരെയും നിരീക്ഷിക്കാനുള്ള കഴിവ്. ഒരു CCTV വെച്ചാലേ അത് വെച്ച ഭാഗത്തേക്കല്ലേ കിട്ടുള്ളൂ, അല്ലാത്ത ഭാഗത്ത് കിട്ടും. എല്ലാ ഭാഗത്തേക്ക് വെച്ചാലും കിട്ടാത്ത ഭാഗം ഉണ്ടാവില്ലേ? ഇവിടെ പോ നമ്മളെ ഈ അങ്ങോട്ട് പറയാം, പിന്നെ കളന്തോടിന്റെ ഇതിന്റെ ഇടയിൽ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. ആ ക്യാമറയും ഭേദിച്ച ആൾക്കാർ പോകുന്നുണ്ടില്ലേ? അത് ശ്രദ്ധിച്ചോ? ഇവിടെ വരുന്നുണ്ടോ? എല്ലായിടത്തും പറ്റേ അങ്ങനെ വരുന്നത് അതും ഭേദിച്ച ആൾക്കാർ പോകുന്ന കണ്ടോ? എന്താ അതിന്റെ ചെറിയൊരു ഭാഗപ്പുറത്തുണ്ടല്ലോ. ആ ക്യാമറ ഇങ്ങനെ നിൽക്കുന്നെങ്കിൽ ഒന്നുകിൽ അതിന്റെ വലത്ത് അല്ലെങ്കിൽ ഇടത്ത് പെടാത്തൊരു ഭാഗം ഇപ്പുറത്ത്. അതിലൂടെ പോകണമെങ്കിൽ കറക്റ്റ് ആയി പെടില്ല. അതുകൊണ്ട് ആ ഭാഗത്തൂടെ പോവുക. കാരണം അത് തുറച്ചു നോക്കുന്ന ഭാഗത്തേക്കല്ലേ കിട്ടുള്ളൂ, അല്ലാത്ത ഭാഗത്തേക്ക് കിട്ടൂലല്ലോ. എല്ലാ ഭാഗത്തേക്കും ഇല്ലല്ലോ, രണ്ട് ഭാഗത്തേക്കല്ലേ വെച്ചത്. അപ്പൊ അതിൽ പെടാത്ത ഭാഗം നോക്കി പോവുക. അള്ളാഹുവിനെ നിരീക്ഷണം അങ്ങനെ അതെല്ലാം, അതിനൊരു ഒളിയും ഒരു മറയുമില്ല. എല്ലാ നിലക്കും അല്ലാഹു തആല നിരീക്ഷകനാണ്. മുഹൈമിൻ, അല്ലാഹു തആല നിരീക്ഷിക്കുന്നവനാണ്. അൽ അസീസ്, അല്ലാഹു തആല അതിജയിക്കുന്നവനാണ്. ആരെയും ജയിക്കാനുള്ള കഴിവ് അല്ലാഹു തആലക്കാണ്. ചില മഹാന്മാർ പറഞ്ഞു അസീസ് എന്ന് പറഞ്ഞാൽ അതുല്യൻ എന്ന അർത്ഥമുണ്ട്, തുല്യതയില്ലാത്തവൻ. അൽ ജബ്ബാർ, അല്ലാഹു ഉദ്ദേശിച്ചതിലേക്ക് അവന്റെ സൃഷ്ടികളെ വഴി നടത്തുന്നവൻ. അള്ളാഹു എന്താണോ ഓരോരുത്തർ കൊണ്ട് ഉദ്ദേശിച്ചത് അതിലേക്ക് ഓരോരുത്തരെ അള്ളാഹു അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും. നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യം നടക്കും ഇല്ല. അള്ളാഹു ജബ്ബാർ, അള്ളാഹു എന്താണോ നമ്മളെ കൊണ്ട് ഉദ്ദേശിച്ചത് ആ കാര്യങ്ങളിലേക്ക് നമ്മളെ വഴി നടത്തും. അല്ലെങ്കിൽ അൽ ജബ്ബാർ, ആവശ്യങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്നവൻ, അങ്ങനെ അർത്ഥം. ഓരോരുത്തർക്കുള്ള ആവശ്യങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്നവനാണ് അല്ലാഹു തആല. അങ്ങനെയും ജബ്ബാറിന് അർത്ഥമുണ്ട്, വേറെയും അർത്ഥങ്ങളുണ്ട്. അൽ മുതകബ്ബിർ, അല്ലാഹു തആല പരമോന്നതനാണ്. റബ്ബ് തആല ഏറ്റവും വലിയ മഹത്വമുള്ളവനാണ്. അവന്റെ മഹത്വം കഴിഞ്ഞിട്ടേ ഇവിടെ ആർക്കും മഹത്വമുള്ളൂ. ഏറ്റവും വലിയ മഹത്വം. മുതകബ്ബിർ എന്ന് പറഞ്ഞാൽ കിബറുള്ളവനല്ല. കിബർ എന്ന് അർത്ഥം വെച്ചാൽ തന്നെ അതിന്റെ അർത്ഥം വലുപ്പം, മഹത്വം, ഉയർച്ച എന്നാണ്. അല്ലാതെ മറ്റേ കിബറല്ല. അതുണ്ടാവില്ലല്ലോ. നമ്മളോട് കിബറൊക്കെ അല്ലാഹു തആല വന്നൊരു കിബറ. കിബറല്ല, അല്ലാഹു കിബിരിയ ആണ്. കിബിരിയ എന്ന് പറഞ്ഞാൽ ഉയർച്ച, ഉന്നതി എന്നാണ്. കിബിരിയാനും കിബറിന്റെ അർത്ഥം വെക്കാൻ പറ്റില്ല. ഖുർആനിലുണ്ടല്ലോ വലഹുൽ കിബിരിയ, അല്ലാഹു തആലക്ക് മേൽക്കോയ്മയുണ്ട്, ഉയർച്ചയുണ്ട്. വലഹുൽ കിബ്റു എന്നല്ല, വലഹുൽ കിബിരിയ. അല്ലാഹു തആലക്ക് സ്വന്തം ഉയർച്ച എന്നുള്ളത് അല്ലാഹുവിന് സ്വന്തം അവകാശപ്പെട്ടത്. സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ, അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു അവർ ശിർക്ക് വെക്കുന്നതിനെ തൊട്ട്. അവർ ശിർക്ക് വെക്കുന്ന ഏതെങ്കിലും ഒന്നില് ഏതെങ്കിലും ഒരു സിഫത്തിനോട് കൂറുണ്ടോ? അതാണ് അല്ലാഹു തആലാന്റെ പരിശുദ്ധിയെ നമ്മൾ വാഴ്ത്തുന്നത്. അല്ലാഹു തആലാന്റെ പരിശുദ്ധി നോക്ക് നിങ്ങൾ. ഇത്ര വലിയ വിശേഷണങ്ങളൊക്കെ അല്ലാഹു തആലാനെ പറ്റി പറഞ്ഞല്ലോ. ഹു അല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹു. ഏതെങ്കിലും ഒന്നിനോട് ചെറിയൊരു സാമ്യത,
ഇല്ല. അപ്പൊ അവര് ശിർക്ക് വെക്കുന്നൊന്നും സത്യത്തിൽ അല്ലാഹു തആലയോട് ചേർത്തി പറയാൻ പറ്റിയതല്ല. അള്ളാഹിനോട് ചേർത്തി പറയാൻ പറ്റിയ ഒന്നും ലോകത്ത് എവിടെയും സുബ്ഹാനല്ലാഹ് വഅമ്മാ യുശ്രികൂൻ. അല്ലാഹു തആലക്ക് ശിർക്ക് വെക്കാൻ പറ്റിയ ഒന്നും ഒരാൾക്കും കൊണ്ടുവരാനോ ഉണ്ടാക്കിയെടുക്കാനോ ചിത്രീകരിക്കാനോ രൂപപ്പെടുത്താനോ കഴിയില്ല. ലാ യുംകിനു എന്നാണ് മഹാന്മാർ തഫ്സീർ കൊടുത്തത്. ലാ യുംകിനു അൻ യുശാരിക സുബ്ഹാനഹു ഫീ ശൈഇൻ മിൻഹാ അസ്ലൻ. ഇതിലൊന്നിലും അല്ലാഹു തആലക്ക് പങ്കാകുന്ന ഒന്ന് അസാധ്യമാണ്, നടക്കൂല, ഉണ്ടാക്കാൻ പോലും കഴിയില്ല. പിന്നെയും അല്ലാഹു പറയുന്നു ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ഖാലിഖു, അല്ലാഹു തആലയാണ് നിശ്ചയിക്കുന്നവൻ, അല്ലാഹു തആലയാണ് സൃഷ്ടിക്കുന്നവൻ. എങ്ങനെ സൃഷ്ടിക്കുന്നവൻ? മുൻ ഒരാൾ ആകൃതി കാണിച്ചു കൊടുക്കാതെ, ഒരു മുൻ പ്ലാൻ വരച്ചു വെക്കാതെ സൃഷ്ടിക്കുന്നവൻ, അതിന് കഴിവുള്ളവനാണ് അല്ലാഹു തആല. നമ്മളെ പറ്റി ഖാലിഖ് എന്ന് പറയൂല. ഒരാള് സ്വന്തമായി ഒന്ന് രൂപകൽപ്പന ചെയ്തു എന്നാലും പറയൂല. അങ്ങനൊന്നും ലോകത്തില്ല. ആളുകൾ ഉണ്ടാക്കിയതൊക്കെ അല്ലാഹു തആല ഉണ്ടാക്കിയതിന്റെ പകർപ്പല്ലേ, അല്ലേ? അല്ലാന്ന് പറയാൻ പറ്റും. കപ്പല് മീനിന്റെ പകർപ്പൊന്നും ഉണ്ടാക്കിയതല്ലേ, മത്സ്യത്തിന്റെ. മത്സ്യം പോകുന്നതിന്റെ ആകൃതിയിലല്ലേ കപ്പലും പോകുന്നത്. സഹോദരങ്ങളെ, കപ്പലൊന്ന് പോയി പൊന്തിച്ചു നോക്കണ്ടേ, ഇതിന്റെ അടിയിൽ മത്സ്യത്തിന്റെ അതേ രൂപമാണ്. ചതുരത്തിലല്ല അടിയിൽ കപ്പലിന്, അങ്ങനെ കപ്പൽ ഓടാൻ കഴിയൂല. ലോകത്ത് എത്ര വലിയ ടൈറ്റാനിക് കപ്പലാണെങ്കിലും, എത്ര കൊട്ടാരങ്ങളുടെ കപ്പലാണെങ്കിലും അതിന്റെ അടിഭാവം ഏതുപോലെയാ? മത്സ്യത്തിന്റെ പോലെയാ. അങ്ങനെയുള്ള എങ്ങനെ വിമാനം പറക്കുന്നത്? അതല്ല ആ പേര് ഇട്ടത്. വിമാനത്തിന് എന്താ അറബി പറയാ? ത്വായിറാന്നും തൊയ്യാറെന്നൊക്കെ പറഞ്ഞോളി. അത് എവിടുന്നാ വന്നത്? തൊയ്ർന്നല്ലേ. അതേ ആകൃതി ചിറകതിനുമില്ലേ? ചിറകില്ലേ? അത് താഴ്ന്നില്ലേ, പൊങ്ങുന്നില്ലേ? മോഡൽ എടുത്തതാണ്, അല്ലാതെ ഏതാ അവിടെ ഉള്ളത്? അല്ലാഹു തആല നേരത്തെ സൃഷ്ടിച്ചു വെച്ചതിന്റെ പകർപ്പെടുത്തു എന്നല്ലാതെ വേറെന്താ ഉള്ളത്? അങ്ങനെയുണ്ട്. ആനയോട് സാമ്യപ്പെടുത്തി ആരെങ്ങനെ വലിക്കണ്ടല്ലോ, അതേ മോഡല് മറ്റേതും. അങ്ങനെ എല്ലാം ഓരോന്നും എടുത്തു നോക്കുന്നു, ഓരോന്നും അങ്ങനെയാണ്. അതാണ് ഖാലിഖ് എന്ന് വേറൊരാൾക്കും പറയാൻ പറ്റും. ഖാലിഖ് എന്ന് അല്ലാഹു തആലക്ക് മാത്രമേ പറയാൻ പറ്റൂ. അൽ ബാരിഉ, അല്ലാഹു തആല അൽ ബാരിഉ നിർമ്മിക്കുന്നവനാണ്. എന്ത് നിർമ്മാണം? ഒരു വ്യത്യാസവും ഇല്ലാതെയാണ് അല്ലാഹുവിന്റെ നിർമ്മാണം. ഒരു പോരായ്മയും കാണിക്കാത്ത നിർമ്മാണം. അല്ലാഹുവിന്റെ നിർമ്മാണത്തിന്റെ സൗന്ദര്യം കണ്ടോ? മേലോട്ട് നോക്കി, തൂണില്ലാത്ത ആകാശം. ഖലഖസ്സമാവാതി ബിഗൈരി അമദിൻ, ആകാശങ്ങൾ എങ്ങനെ സൃഷ്ടിച്ചത്? ബിഗൈരി അമദിൻ തറൗനഹ, കാണാൻ പറ്റിയ തൂണില്ല എന്ന് പറഞ്ഞാൽ കാണാത്ത തൂണുണ്ടെന്നോ? തൂണെല്ലാം അങ്ങനെ പറഞ്ഞു. ഇത്ര സൗന്ദര്യം. ഒരു പന്തൽ കെട്ടാൻ കഴിയും നമ്മളെ കൊണ്ട്. അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും ഏപ്പുണ്ടാവൂലേ? അങ്ങനെ ഏതും ഭൂമിയുടെ നോക്കുകയാണെങ്കിലും, ജലാശയങ്ങൾ നോക്കുകയാണെങ്കിലും, മനുഷ്യനെ തന്നെ നോക്ക് നിങ്ങൾ. എന്തൊരു സൗന്ദര്യം മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ, അല്ലാഹു തആല സൃഷ്ടിപ്പിൽ. ഓരോന്നും തങ്ങൾ പറഞ്ഞ ഒരു വിരലിന്റെ സൗന്ദര്യം പറഞ്ഞു തീർക്കാൻ കഴിയൂല. എന്നിട്ടല്ലേ ബാക്കി ഒരു വിരലിനെ, ഈ വിരലിന് അല്ലാഹു തആല വെച്ച സൗന്ദര്യങ്ങൾ എത്ര വലുതാ! ഒരൊറ്റ വിരലിന്, ഒരു വിരലിനെ എടുത്തു നോക്ക് നിങ്ങൾ. ലോകത്തെ എല്ലാ ആളുകളും നിർമ്മിക്കുന്ന നിർമ്മാണം അല്ലാഹു തആല പഠിപ്പിച്ച നിർമ്മാണല്ലേ, അല്ലേ? ഓരോരുത്തരുടെയും നിർമ്മാണത്തിന് വ്യത്യാസമല്ലേ? അപ്പൊ അല്ലാഹു തആല നിർമ്മിച്ചതിന്റെ നിർമ്മാണത്തിന് എത്ര സൗന്ദര്യമുണ്ട്! ഞാൻ ഉണ്ടാക്കുന്ന വീടും നിങ്ങൾ ഉണ്ടാക്കുന്ന വീടും മൂപ്പരുണ്ടാക്കുന്ന വീടും ഓരോരുത്തരുണ്ടാക്കുന്ന വീടും ഓരോ രൂപത്തിലല്ലേ? നിർമ്മാണ കലകൾ ജനങ്ങൾക്കൊക്കെ പഠിപ്പിച്ച അല്ലാഹു തആലയല്ലേ? ആ അല്ലാഹു തആല നേരിട്ട് നിർമ്മിച്ചതിന്റെ സൗന്ദര്യം എത്ര വലുതാണ്! ആ സൗന്ദര്യം മനസ്സിലാക്കാറുണ്ടാ വിരല്. നിങ്ങളൊന്ന് എല്ലാവരും കൂടെ ഒന്ന് ഒപ്പിടിച്ച് നോക്കി, സമാനായ ഒപ്പുണ്ടോ? ആരുടെങ്കിലും ഒന്നിലുണ്ടോ? ലോകത്തില്ല. അല്ലാഹു തആലാന്റെ വൈവിധ്യം, സൗന്ദര്യം എത്രമാത്രം വലിയ സൗന്ദര്യമാണ്. വേർതിരിവുണ്ടേനും യോജിപ്പ് ചില ഭാഗങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും പൂർണ്ണമായ നിലക്കുള്ള ഒരു യോജിപ്പുള്ള ഒരാളും ഇല്ല.
അങ്ങനെ ആൾക്കാർ ഉണ്ടാക്കിയൊരു വിഷയം. ഒരാളെ പോലെ എത്ര ആളുണ്ട്? ഒരാളെ പോലെ ആളില്ല. 10 ആളോ 5 ആളോ ആരുമില്ല. അതല്ലേ അല്ലാഹു തആല സൃഷ്ടിപ്പിന്റെ കഴിവാണത്. അൽ ബാരിഉ, തുല്യതയില്ലാത്ത രൂപത്തിൽ, പോരായ്മയില്ലാത്ത രൂപത്തിൽ അല്ലാഹു തആല സൃഷ്ടിക്കുന്നു സൗന്ദര്യത്തിൽ. അൽ മുസവ്വിർ, രൂപപ്പെടുത്തുന്നവൻ അവനാണ്. ഓരോന്നിനെയും ഉദ്ദേശിച്ച രൂപത്തിലാണ് അള്ളാഹു രൂപപ്പെടുത്തുന്നത്. അതിന് അള്ളാഹ്ക്കൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിലാണ് അള്ളാഹു രൂപപ്പെടുത്തുന്നത്. നമ്മൾ ഉദ്ദേശിക്കും പോലെയല്ല. മനുഷ്യന് ഒരു രൂപം അല്ലെ, കുതിരക്ക് വേറൊരു രൂപം, പൂച്ചക്ക് വേറൊരു രൂപം. അതിനൊക്കെ വേറെ കഴിവുകളില്ലേ? കുതിരന്റെ കഴിവ് നമുക്കുണ്ടോ? കുതിര ഓടുമ്പോൾ ഓടുവോ? എന്നാ ഓട്ടം തന്നെ ആയിരിക്കും. ഓടി ജയിക്കാനൊക്കെ ശ്രമിക്കും മത്സരത്തിൽ അറേബ്യയിൽ അല്ലേ. ലാസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നിൽക്കും. എന്തോ ഒരു പൊടിക്കാറ്റ് വന്നാ മതി, പൊടിയിലും അത് ഓടും. അതിനെന്ത് പൊടി? പൊടിക്കാറ്റ് വാഹനം ഓടും. ഇതല്ല, കാർമേഘത്തിന് വിമാനം മേലോട്ട് പൊന്തുവോ? താഴെ ഇറക്കിയെന്ന് പടുത്തും കണ്ടില്ല. കുതിരന്റെ ഓട്ടത്തിന് വലിയ കഴിവ് തന്നെ. അത് രൂപപ്പെടുത്തിയ അല്ലാഹു തആല അങ്ങനെ. പൂച്ചക്ക് വലിയ കഴിവില്ല. അതുകൊണ്ടാണ് ആൾക്കാർ പൂച്ചനിട്ട എങ്ങനെ, പൂച്ചനെ ഇട്ടാൽ എങ്ങനെയും താഴോട്ടെത്തുമ്പോ എന്താ? നമ്മളിട്ടാലോ? പൂച്ചനെക്കാളും തടിയുണ്ട്, വലിപ്പമുണ്ട്, ബുദ്ധിശക്തി ഒക്കെ ഉണ്ട്. ഇട്ടാലോ പഞ്ചറാവും. എവിടെങ്കിലും കയറ്റിയിട്ട് വർക്ക്ഷോപ്പ് കയറ്റിയിട്ട് പണിയടിച്ച് കൊണ്ടുവരുന്നത്. പൂച്ചനെക്കാളും വലിയ വിലക്ക് നമ്മൾ വാങ്ങുന്ന വാഹനം മേലും താഴോട്ടിട്ടാലോ ഒരേ രൂപത്തിൽ പോയി നിൽക്കും? ഇല്ല. ഓരോന്നിനും ഓരോ രൂപകൽപ്പന. അൽ മുസവ്വിർ ലഹുൽ അസ്മാഉൽ ഹുസ്ന. ആ അല്ലാഹു തആല സുന്ദരമായ ഏറ്റവും നല്ല സൗന്ദര്യമുള്ള ഇസ്മുകളുണ്ട്. അത് വല്ലാത്ത ഇസ്മ തന്നെയാണ് അല്ലാഹു തആലാന്റെ ഇസ്മ, ലഹുൽ അസ്മാഉൽ ഹുസ്ന. ആ ഇസ്മുകളൊക്കെ പഠിക്കാനും ചൊല്ലാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളിലുള്ള സർവ്വതും അല്ലാഹു തആലാനെ പ്രകീർത്തിക്കുന്നു, അല്ലാഹു തആലാനെ വാഴ്ത്തുന്നു. അതുകൊണ്ട് നിങ്ങളും വാഴ്ത്തണം എന്നാണ് പറയുന്ന അർത്ഥം. ഇതൊക്കെ ചൊല്ലി വാഴ്ത്ത, എന്നും നമ്മൾ ചൊല്ലുക, എന്നും ഓതുക. വഹുവൽ അസീസുൽ ഹകീം. അല്ലാഹു തആല എല്ലാ നിലക്കും യോഗ്യനും അൽ ഹകീമും, എല്ലാ നിലക്കും യുക്തിയുള്ളവനുമാണ്, ഹിക്മത്തുള്ളവനുമാണ് റബ്ബ് തആല. അവന്റെ ഇസ്മുകൾ നല്ലോണം ഉൾക്കൊണ്ട് പഠിക്കാനും ചെല്ലാനും അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ചെറിയ രൂപത്തിൽ എന്ന് പറഞ്ഞാൽ സൗകര്യപ്പെടുമ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദമായി പറയാം. അസ്മാൽ ഹുസ്നക്ക് തന്നെ ഒരുപാട് ശർഹുകൾ മഹാന്മാർ എഴുതിയിട്ടുണ്ട്. തീർത്താ തീരാത്ത വ്യാഖ്യാനങ്ങൾ ഓരോ ഇസ്മിനുണ്ട്. അത് ഓരോന്നിന്റെയും ഹദീസും സംഭവങ്ങളൊക്കെ വെച്ച് വിശദമായി പറയുമ്പോൾ ധാരാളം പഠിക്കാറുണ്ട്. അസ്മാൽ ഹുസ്നക്ക് എഴുതിയ ശർഹുകൾ തന്നെ അത്രമാത്രം. എത്ര ശർഹുണ്ട് അസ്മാൽ ഹുസ്നക്ക്? ആ അസ്മാൽ ഹുസ്ന മുൻനിർത്തിയിട്ട് നമ്മൾ അള്ളാഹുവിനോട് ദ്വാരക്കുക. എല്ലാ ഉമ്മമാരും എല്ലാ വീടുകളിലും എന്നും ചൊല്ലി ദ്വാരക്കാൻ പറ്റിയിട്ട് സംശയമില്ലാത്ത പ്രധാനപ്പെട്ട ദിക്റാണ് അസ്മാൽ ഹുസ്ന. അതിലെല്ലാം ഒന്നും പെടാത്ത ഒരു 99 എണ്ണം കാണാതെ പഠിച്ച് ചൊല്ലാൻ കുറഞ്ഞ നേരം മതി. അതെല്ലാവരും ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദ്വാരക്കുക. എളുപ്പത്തിൽ അല്ലാഹു തആല ഉത്തരം തരും. സ്വഹാബത്തൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങളിലും ദ്വാരുന്നത് അസ്മാഉൽ ഹുസ്ന ചൊല്ലിയിട്ട്. ഏറ്റവും വലിയ പ്രതിസന്ധിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുന്നിൽ ആദ്യം വന്ന ബദറിൽ തങ്ങൾ ദ്വാരുന്ന അസ്മാഉൽ ഹുസ്ന ചൊല്ലിയിട്ടല്ലേ. യാ ഹയ്യു യാ ഖയ്യൂം എന്നാണ് സുജൂദിൽ ആവർത്തി ചൊല്ലിയത്. അസ്മാഉൽ ഹുസ്ന ആവർത്തി ചൊല്ലിയ സുജൂദിൽ അതാണ് യാ ഹയ്യു യാ ഖയ്യൂം. അലി റളിയല്ലാഹു അൻഹു ഞാൻ കാത് വെച്ച് നോക്കുമ്പോൾ ആവർത്തി ചൊല്ലുന്നത് യാ ഹയ്യു യാ ഖയ്യൂം. ആ സുജൂദിൽ നിന്ന് തലയെടുത്ത് സലാം വീട്ടിയ ഉടനെ പറഞ്ഞു ഫറജാത്തിൽ ബുശ്റാ, സന്തോഷം വന്നു, മലക്കുകൾ വന്നു. അസ്മാഉൽ ഹുസ്ന ചൊല്ലിയാലല്ലേ ദുആഇന് നല്ല പ്രതിഫലവും നല്ല ഉത്തരവും. അതുകൊണ്ട് അത് മറക്കണ്ട. ഈ ആയത്തുകളൊക്കെ ചൊല്ലുമ്പോ അസ്മാഉൽ ഹുസ്ന ചൊല്ലലായി കൂട്ടത്തിൽ. ഇത് മാത്രല്ലല്ലോ അസ്മാഉൽ ഹുസ്ന ഉള്ളത്, വേറെ ഉണ്ടല്ലോ. മൊത്തത്തിൽ പറഞ്ഞിട്ടില്ല, കുറഞ്ഞ വിഷയങ്ങൾ മാത്രമേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. ഇത് തന്നെ ധാരാളം മനസ്സിലാക്കാൻ പഠിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ.